നമുക്ക് നേരെ പുതിയ കഥയിലേക്ക് കടക്കാം. ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ. ഹലോ മിസ്റ്റർ ജോൺ, താങ്കൾക്കൊരു ലെറ്റർ വന്നിട്ടുണ്ട്. പോസ്റ്റ്മാൻ ലെറ്റർ ജോണിനെ ഏൽപ്പിച്ചു. ജോൺ കസാരയിൽ നിന്ന് എണീറ്റ് ലെറ്റർ വാങ്ങി നിവർത്തി നോക്കി. അയാളുടെ മുത്തശ്ശിയുടെ കത്തായിരുന്നു അത്. മുത്തശ്ശന് തീരെ സുഖമില്ല. നിന്നെ ഒരിക്കൽ കൂടി നേരിൽ കാണാൻ ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന്. ജോൺ പതിയെ എഴുന്നേറ്റ് കത്ത് മേശപ്പുറത്ത് വെച്ച് ജനൽപ്പാളികൾ തള്ളി തുറന്ന് പുറത്തേക്ക് നോക്കി. എന്തെല്ലാമോ ചിന്തിച്ചു. ഇല്ല, ഇനി എന്തു വന്നാലും ആ നശിച്ച നാട്ടിലേക്ക് ഒരു തിരിച്ചുപോകില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് സമാധാനം എന്തെന്ന് താൻ അറിയുന്നത്. വീണ്ടും തൻ്റെ സന്തോഷങ്ങൾ ഇല്ലാതാക്കിയ, തന്നെ അനാഥനാക്കിയ നാട്ടിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹായ് ജോൺ. ഏതോ സ്വപ്നത്തിൽ എന്ന പോലെ അയാൾ ഞെട്ടി ഉണർന്ന് തിരിഞ്ഞു നോക്കി. ഓ ജെനീഫർ, നീയായിരുന്നോ? എന്തു പറ്റി ജോൺ? എന്താ മുഖം വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. നാട്ടിൽ നിന്നും ഒരു ലെറ്റർ വന്നിരുന്നു. എന്താ വിശേഷിച്ച്? മുത്തശ്ശനെ തീരെ സുഖമില്ല. എന്നെ ഒരിക്കൽ കൂടി കാണാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്നു ജോൺ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ ഇനിയും ആ നശിച്ച നാട്ടിലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് കഴിയില്ല. ജോൺ, എത്ര നാളിങ്ങനെ ഓടി ഒളിക്കാൻ കഴിയും? മുത്തശ്ശനും മുത്തശ്ശിയും എത്ര പാടുപെട്ടാണ് തന്നെ വളർത്തിയതെന്ന് എനിക്കറിയാം. താൻ പോകണം മുത്തശ്ശനെ കാണാൻ. ജെനീഫറിൻ്റെ വാക്കുകൾ ജോണിന് തിരസ്കരിക്കാൻ കഴിയുന്നതിലും അധികമായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട അയാൾക്ക് പുതിയ ജീവിതം നൽകിയത് ജെനീഫറാണ്. ആ പോകാം, പക്ഷെ ഒരു ദിവസത്തേക്ക് മാത്രം. അതിൽ കൂടുതൽ ആ നശിച്ച വീട്ടിൽ നിൽക്കാൻ എനിക്കാവില്ല. എങ്കിൽ ഇന്ന് തന്നെ പുറപ്പെടൂ. ജോൺ, ഞാനും കൂടെ വരാം. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ തനിയെ പോയിക്കോളാം. ജോൺ തിരിഞ്ഞു നടന്നു. അത് പറഞ്ഞപ്പോൾ ജോണിൻ്റെ കണ്ണുകളിലെ ഭയം ജെനീഫർ ശ്രദ്ധിച്ചിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ ജെനീഫർ ജോണിനെ യാത്രയാക്കി. നീണ്ട ട്രെയിൻ യാത്രയുടെ അവസാനം അയാൾ വെയർമൗണ്ടിയിലെത്തി. സാർ, എങ്ങോട്ടാ പോകേണ്ടത്? സാധനങ്ങൾ കാളവണ്ടിയിൽ എടുത്തു വെച്ചുകൊണ്ട് ഒരു കാളവണ്ടിക്കാരൻ ജോണിനെ സമീപിച്ചു. ന്യൂ കസ്റ്റലോ? അവിടെ? എൻ്റെ വീടും അവിടെ തന്നെയാണ്. ഓ, അവിടെ ഒരു മിസ്റ്റർ ബെർണാഡിനെ അറിയുമോ? ആ, ബെർണാഡ് സാബിനെ അറിയാത്ത ആരാണ് അവിടെയുള്ളത്? അദ്ദേഹം കുറച്ചു നാളായി കിടപ്പിലാണല്ലോ. അദ്ദേഹം എൻ്റെ മുത്തശ്ശനാണ്. ഒരല്പം ആശ്ചര്യത്തോടെ തന്നെ അയാൾ ജോണിനെ നോക്കി. സാബ്, ബെർണാഡ് സാബിൻ്റെ കൊച്ചുമകനാണോ? തങ്ങളുടെ മുത്തശ്ശൻ വളരെ നല്ല മനുഷ്യനാണ്. വികസനം ഒട്ടും എത്താത്ത ആ കാട്ടിൻ പ്രദേശത്തിൽ ഞങ്ങളുടെ ഏക ആശ്രയം അദ്ദേഹമാണ്. ജോൺ അദ്ദേഹത്തെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പുറത്തെ കാഴ്ചയിൽ മുഴുകിയിരുന്നു. അകലെ വനത്തിൻ്റെ കാഴ്ചകൾ പതിയെ ദൃശ്യമായി തുടങ്ങിയിരുന്നു. അവിടുത്തെ മരങ്ങൾ തന്നെ ഭീതിപ്പെടുത്തുന്നതായി ജോണിന് തോന്നി. കാളവണ്ടി വനത്തിലേക്കുള്ള പാതയിൽ കടക്കാറായപ്പോൾ ജോൺ അയാളോടായി പറഞ്ഞു, ഈ വഴി വേണ്ട, നമുക്ക് മലവാരത്തെ വെട്ടുവഴിയിലൂടെ തിരിഞ്ഞു പോകാം. തെല്ലുന്ന പരിഭവത്തോടെ അയാൾ ചോദിച്ചു, സാബ്, ആ വഴി വളരെ മോശമാണ്. മാത്രമല്ല സമയവും ഏറെ കഴിയും. അത് സാരമില്ല, ആ വഴിയെ തന്നെ പോകൂ. കാളവണ്ടി ബെർണഡ് ഹൗസിൻ്റെ മുന്നിലെത്തിച്ചു. വിശാലമായ മുറ്റത്ത് ആളുകൾ തിങ്ങി നിൽക്കുന്നു, സംസാരിക്കുന്നു. എന്താ, ഇതെന്തു പറ്റി? കാളവണ്ടിക്കാരൻ അവിടെ നിന്ന് ഒരാളോട് ചോദിച്ചു. മിസ്റ്റർ ബെർണാഡ് മരിച്ചു പോയിരിക്കുന്നു. ആ വാക്കുകൾ തൻ്റെ ഉള്ളിൽ തുളച്ചു കയറുന്നതായി ജോണിന് തോന്നി. കാലുകൾ ഇടറുന്നു. കണ്ണുകളിൽ മൂടൽമഞ്ഞ് നിറയുന്ന പോലെ. കാഴ്ചകളൊന്നും വ്യക്തമാകുന്നില്ല. കാളവണ്ടിയുടെ ചക്രങ്ങൾക്ക് കീഴെ അയാളിരുന്നു. ഇവിടം എനിക്ക് സമ്മാനിച്ചത് ദുരിതങ്ങൾ മാത്രമാണ്. അച്ഛൻ, അമ്മ, ഇപ്പോൾ ഇതാ മുത്തശ്ശനും. ചക്രങ്ങളിൽ കൈതാങ്ങി അയാൾ മെല്ലെ എഴുന്നേറ്റു. കൈകാലുകൾ തണുക്കുന്ന പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. ഇടറിയ കാലുകൾ നിലത്തുറപ്പിച്ച് ആൾക്കൂട്ടത്തെ തള്ളിമാറ്റി അയാൾ ബെർണാഡ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് നടന്നു നീങ്ങി. പ്രവേശന മുറിയുടെ മധ്യത്തിലായി തന്നെ ബെർണാഡിൻ്റെ ശവശരീരം കിടത്തിയിട്ടുണ്ടായിരുന്നു. വാർദ്ധക്യത്തിൻ്റെ ചൂടേറ്റ് വാടിയ ആ മുഖത്തേക്ക് നോക്കാൻ ജോണിനായിരുന്നില്ല. അയാൾ ശവമഞ്ചത്തിൻ്റെ കാൽക്കൽ വന്നു നിന്നു. നിറഞ്ഞു വന്ന കണ്ണു തുടച്ച് കാലുകളിൽ മുറുകെ പിടിച്ചു. ഇവിടെ അരികിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല. എനിക്ക് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ ഒരുവനാണ് ഞാൻ. അവസാനമായൊരു നോക്ക് നേരിൽ കാണാൻ പോലും എനിക്കായില്ല. ജോൺ പൊട്ടിക്കരഞ്ഞു. തോളിൽ തട്ടി ആരൊക്കെയോ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മിഴിനീർ പടർന്ന കണ്ണുകൾ ഉയർത്തി അയാൾ ചുറ്റും നോക്കി. മുത്തശ്ശി എവിടെയാണ്? ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ ഏതോ മായാലോകത്തേക്ക് അകപ്പെട്ടുപോയ ചലിക്കാൻ കഴിയാത്തൊരു മരപ്പാവയെപ്പോലെ കുറച്ചു മാറി ഭിത്തിയിൽ തലചാരി അവർ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ കരയുന്നുണ്ടായിരുന്നില്ല. ആ കണ്ണുകൾ വറ്റി വരണ്ടിരുന്നു. ജോൺ മുത്തശ്ശിയുടെ അരികിലേക്ക് നീങ്ങി. മുത്തശ്ശിയുടെ കരങ്ങൾ മുഖത്തോട് ചേർത്ത് പിടിച്ച് വിതുമ്പി. ഏതോ ദുസ്വപ്നത്തിൽ നിന്നിറങ്ങി വന്നതുപോലെ അവർ ജോണിനെ നോക്കി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അടക്കി വെച്ചിരുന്ന ദുഃഖത്തിൻ്റെ അണക്കെട്ടിളകി. ഒരു കണ്ണുനീർത്തുള്ളി പുറത്തേക്ക് വന്ന് ജോണിൻ്റെ നെറ്റിയിൽ പതിച്ചു. ചൂടായിരുന്നു അതിന്. ലോകത്തുള്ള എല്ലാ ദുഃഖങ്ങളും ആ കണ്ണുനീർത്തുള്ളിക്കുള്ളിലായി അടങ്ങിയിരിക്കുന്നതായി അയാൾക്ക് തോന്നി. സമയമേറെ കഴിഞ്ഞു. ബെർണാഡിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം എല്ലാവരും പിരിഞ്ഞുപോയി. മേം സാബ്, വരൂ, എന്തെങ്കിലും കഴിക്കൂ. അന്ന മുത്തശ്ശിയെ ആഹാരം കഴിക്കാനായി ക്ഷണിച്ചു. അന്ന വീട്ടുജോലിക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവർ ഒന്നും മിണ്ടിയില്ല.
ജോൺ മുത്തശ്ശിയുടെ മുറിയിലേക്ക് കടന്നു വന്നു. മുത്തശ്ശി, ജോൺ, അവസാനം നീ വന്നു. പക്ഷെ നിന്നെ കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എനിക്കറിയാം, അദ്ദേഹത്തിന് എന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ലെന്ന്. പലതവണ കത്തുകൾ ലഭിച്ചിട്ടും ഞാൻ ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കിയില്ല. ഓ ജോൺ, നീ നിന്റെ മുത്തശ്ശനെ കുറിച്ച് ഇങ്ങനെയാണോ മനസ്സിലാക്കിയത്? അദ്ദേഹം അവസാനമായും എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ജോണിനെ ഇനി നേരിൽ കാണാൻ എനിക്കാവുമെന്ന് തോന്നുന്നില്ല. അതിലെനിക്ക് പരിഭവമില്ല. കാരണം അവനുണ്ടായ നഷ്ടങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ ഞാനും കാരണക്കാരനാണ്. ജോൺ അവരെ തടഞ്ഞു. വേണ്ട മുത്തശ്ശി, എനിക്കുണ്ടായ നഷ്ടങ്ങളെക്കാൾ എത്രയോ വലുതാണ് അദ്ദേഹം എനിക്ക് നൽകിയ സ്നേഹം. ജോൺ, നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാമോ? മുത്തശ്ശൻ്റെ ബാക്കിയായ അന്ത്യകർമ്മങ്ങൾ ഈ നാട്ടിൽ നീ തന്നെ പൂർത്തിയാക്കണം. അദ്ദേഹത്തിന് വേണ്ടി അവസാനമായി നീ അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജോൺ മറുത്തൊന്നും പറഞ്ഞില്ല. മുത്തശ്ശനായി ഇതെങ്കിലും തനിക്ക് ചെയ്യാൻ കഴിയണം, അയാൾ മനസ്സിൽ ചിന്തിച്ചു. 16 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ ചടങ്ങുകൾക്ക് ശേഷം മുത്തശ്ശിയുമായി ഈ നശിച്ച നാട്ടിൽ നിന്നും തിരികെ പോകണം. മെല്ലെ രാത്രിയുടെ നിഴൽ ബെർണാഡ് ഹൗസിൻ്റെ മുകളിൽ പതിച്ചു തുടങ്ങി. രാത്രിയുടെ യാമങ്ങളിലും മനസ്സിലെ ചിന്തകളിൽ നിന്ന് മുക്തി നേടാനാവാതെ ജോൺ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഈ നാട്ടിലെ ഓരോ നിമിഷങ്ങളും മരണത്തെപ്പോലെ തന്നെ ഭീതിപ്പെടുത്തുന്നതും മനസ്സിലെ താളം തെറ്റിക്കുന്നതുമാണ്. എന്തുകൊണ്ട് ശ്വാസം മുട്ടുന്നത് പോലെ ഈ മുറിയിലെ ഓരോ വായുകണികകളും തൻ്റെ കഴുത്തിനെ വരിഞ്ഞു മുറുക്കുന്നത് പോലെ. ജോൺ ജനൽപ്പാളികൾ പുറത്തേക്ക് തള്ളി തുറന്നു. അപ്പോൾ അകലെ മലമുകളിൽ ഏതോ യുദ്ധത്തിൻ്റെ പടപ്പുറപ്പാടെന്ന പോലെ നിലാവെളിച്ചത്തിൽ പൂർണ്ണചന്ദ്രനെ സാക്ഷിയാക്കി ചെന്നായ്ക്കൂട്ടം ഊരിയിടുന്നുണ്ടായിരുന്നു. ഭീതിയോടെയുള്ള ആ രാത്രിയുടെ യാമങ്ങളിൽ ജോൺ എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു. നിഗൂഢമായ ബസീവ വനത്തിൻ്റെ ഉൾപ്രദേശം. പൂർണ്ണചന്ദ്രൻ നിലാവ് പരത്തുന്നുണ്ടായിരുന്നുവെങ്കിലും വനത്തിലെ ഭീമാകാരമായ മരങ്ങൾ നിലാവിനെ തടഞ്ഞു നിർത്തിക്കൊണ്ടേയിരുന്നു. രാത്രിയുടെ ഭയാനക ശബ്ദകോലാഹലങ്ങൾ അവിടെയെങ്ങും മുഴങ്ങിക്കേട്ടു. ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ഒരു ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചം കടന്നു വന്നു. ജീപ്പ് നിർത്തി ഡോർ മെല്ലെ തുറന്നൊരു യുവാവ് പുറത്തേക്കിറങ്ങി. ജീപ്പിൻ്റെ പിൻവശത്തേക്ക് നീങ്ങി. ഒരു ഡബിൾ ബാരൽ റൈഫിൾ പുറത്തേക്കെടുത്തു. അപ്പോഴാണ് ജീപ്പിന് പുറകിൽ പതുങ്ങിയിരുന്ന ആ കുട്ടിയെ അയാൾ ശ്രദ്ധിച്ചത്. ജോ! അയാൾ ദേഷ്യവും അമർഷവും നിറഞ്ഞ സ്വരത്തിൽ വിളിച്ചു. പാതി മയക്കത്തിൽ നിന്നും അവൻ ഞെട്ടി ഉണർന്നു. നീ എന്തിനാ ജീപ്പിൻ്റെ അകത്തേക്ക് കയറിയേ? അത് ഭയപ്പെട്ടുപോയ അവൻ പരുങ്ങി. പൊന്തക്കാടുകൾക്കിടയിൽ നിന്നും എന്തിൻ്റെയോ കാലനക്കങ്ങൾ, മുരൾച്ചകൾ. അകലെ മരങ്ങൾക്കിടയിൽ നിന്നും വെട്ടിത്തിളങ്ങുന്ന തീജ്വാല പോലെ ചില നേത്രങ്ങൾ തിളങ്ങി. ജോ, ജീപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്. അയാൾ വേഗം ഡബിൾ ബാരൽ റീലോഡ് ചെയ്ത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഫയർ ചെയ്തു. ആ കാലച്ചുകൾ അകലേക്ക് ഓടിമറിഞ്ഞു. നേത്രങ്ങൾ അദൃശ്യമായി. അയാൾ നെടുവീർപ്പിട്ടു. കൈകൾ കൊണ്ട് തലയിലെ വിയർപ്പ് കണികകൾ വകഞ്ഞു മാറ്റി തിരികെ ജീപ്പിന് നേരെ നടന്നു. പെട്ടെന്ന് പുറകിൽ വീണ്ടും ഇലകൾക്കിടയിൽ എന്തോ അനങ്ങുന്നത് പോലെ തോന്നി. അയാൾ തോക്കിലെ ഫയർ ബട്ടണിൽ കൈകൾ ചേർത്ത് നിശ്ചലനായി നിന്നു. പതിയെ തിരിഞ്ഞു നോക്കി. ഒരു കൂറ്റൻ ചെന്നായ അയാൾക്ക് നേരെ ചാടി വീണു. കൈകളിൽ ശക്തിയായി കടിച്ചു. ഡബിൾ ബാരൽ നിലത്തേക്ക് തെറിച്ചു വീണു. അച്ഛാ! ജീപ്പിന്റെ ഉള്ളിൽ നിന്നും ആ കുട്ടി അലറി വിളിച്ചു. അയാൾ ചെന്നായയെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. മറ്റൊരു ചെന്നായ ഓടിയെത്തി അയാളുടെ കാലുകളെ കടിച്ചു വിരിഞ്ഞു. നിലതെറ്റി അയാൾ നിലത്തേക്ക് പതിച്ചു. ചെന്നായ്ക്കളുടെ കൂർത്ത പല്ലുകൾ അയാളുടെ കയ്യിലും കാലിലും ആയിന്നിറങ്ങി. അയാൾ വേദന കൊണ്ട് നിലവിളിച്ചു. മറുകൈ കൊണ്ട് തറയിൽ അമർത്തി നോക്കി. കയ്യിൽ കിട്ടിയ കൂറ്റൻ കല്ലുകൊണ്ട് ചെന്നായിയുടെ തലയിൽ ആഞ്ഞടിച്ചു. വേദന കൊണ്ട് ചെന്നായ തിരിഞ്ഞോടി. നിരങ്ങി നീങ്ങി ഡബിൾ ബാരൽ കയ്യിലെടുത്ത് കാലിൽ പിടുത്തമിട്ടിരുന്ന ചെന്നായ്ക്ക് നേരെ വെടിയുതിർത്തു. തോളിൽ വെടികൊണ്ട് ചെന്നായി നിലത്ത് വീണു. അയാൾ മുറിവേറ്റ കാലിൽ വസ്ത്രത്തിന്റെ ഒരു ഭാഗം കീറിയെടുത്ത് മുറുക്കി കെട്ടി. കാലിൽ നിന്ന് രക്തം അപ്പോഴും നിൽക്കാതെ ഒഴുകുന്നുണ്ടായിരുന്നു. അയാൾ കുട്ടിയുമായി അടുത്തുണ്ടായിരുന്ന ഏറുമാടം ലക്ഷ്യമാക്കി നടന്നു. വേഗത്തിലുള്ള യാത്രയിൽ മരവേരുകളിൽ കാൽ തെറ്റി അയാൾ നിലത്തേക്ക് വീണു. ജോ, വേഗം മുകളിലേക്ക് പോകൂ. കുറച്ചകലെ ഉണ്ടായിരുന്ന ഏറുമാടത്തെ ചൂണ്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു. പരിഭ്രമം നിറഞ്ഞ മുഖത്തോടെ അവൻ അച്ഛനെ നോക്കി. അച്ഛനും വരൂ. ജോ, എനിക്ക് ഈ കാലുമായി മുകളിലേക്ക് കയറാനാവില്ല. നീ വേഗം പോ. അവൻ അയാളെ പിടിച്ചുയർത്താൻ ശ്രമിച്ചു. അയാൾ അവനെ മുന്നിലേക്ക് തള്ളി നീക്കിക്കൊണ്ട് പറഞ്ഞു. ജോ, ഞാൻ പറയുന്നത് കേൾക്ക്. ചുടുചോരയുടെ മണം പറ്റിയ ചെന്നായക്കൂട്ടം വീണ്ടും എത്തും. അവരെ ഞാൻ നോക്കിക്കോളാം. നീ ഭയപ്പെടാതെ മുകളിലേക്ക് വേഗം പോ. അല്പം ആശങ്കയോടെയാണെങ്കിലും അവൻ ഏറുമാടത്തിന്റെ മുകളിലേക്ക് ഓടി. പടികളിൽ കാൽ വെച്ച് ശ്രദ്ധയോടെ മുകളിലെത്തിയ അവൻ താഴേക്ക് നോക്കി. അവിടെ ചെന്നായക്കൂട്ടം വീണ്ടും എത്തിയിരിക്കുന്നു. മൂർച്ചയുള്ള പല്ലുകൾ കാട്ടി ഭീകരമായ മുരൾച്ചയോടെ അവ അയാളെ വളഞ്ഞു തുടങ്ങിയിരുന്നു. അയാൾ ഡബിൾ ബാരൽ എടുത്ത് ഫയർ ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അയാൾക്കതിന് സാധിച്ചില്ല. ഇല്ല, ഞാൻ ഗണ്ണ് റീലോഡ് ചെയ്യാൻ മറന്നിരിക്കുന്നു. മെല്ലെ ചെന്നായക്കൂട്ടം അയാളുടെ അടുത്തേക്ക് നീങ്ങി തുടങ്ങി. അയാൾ ആകാശത്തേക്ക് നോക്കി മരണം ഉറപ്പിച്ചു കിടന്നു. അച്ഛാ! ഏറുമാടത്തിന്റെ മുകളിലിരുന്ന് കുട്ടി നിലവിളിച്ചു. രാത്രിയിൽ മരങ്ങൾക്ക് മുകളിൽ വിശ്രമിച്ചിരുന്ന വവ്വാലുകൾ അപകടസൂചന എന്നോണം പറന്നുയർന്നു. പെട്ടെന്ന് കാട്ടിലെ മരങ്ങൾക്കിടയിൽ നിന്നും ഭീതിപ്പെടുത്തുന്ന ഒരു മുരൾച്ച. കാറ്റിലാടിയിരുന്ന മരങ്ങൾ പോലും നിശ്ചലമായി.
ചെന്നായിക്കൂട്ടം ഭയം കലർന്ന മുഖത്തോടെ ആകാശത്തേക്ക് നോക്കി കൂക്കി വിളിച്ചു. തമ്മിൽ നോക്കി അവ വേഗം തലകുനിച്ച് തിരികെ കാടിന്റെ ഉള്ളിലേക്ക് ഓടിമറഞ്ഞു. ഇരുട്ടിൽ നിന്നും ഏതോ ഒരു ഭീമാകാരനായ ജീവിയുടെ കടന്നുവരവ് അയാൾ മനസ്സിലാക്കി. പെട്ടെന്ന് അയാൾ ഇഴഞ്ഞു നീങ്ങി ഒരു മരത്തിന്റെ നിഴൽ രൂപത്തിലേക്ക് ഒളിഞ്ഞിരുന്നു. അകലെ നിന്നും ഏതോ ഒരു വലിയ ജീവിയുടെ നിഴൽ പുറത്തേക്ക് വന്നു തുടങ്ങി. അതിന്റെ കാല് പതിച്ച ഭൂമി പോലും ചെറുതായി പ്രകമ്പനം കൊണ്ടതായി അയാൾക്ക് തോന്നി. മെല്ലെ മരങ്ങൾക്ക് പുറകിലൂടെ അതിന്റെ കാലനക്കം അയാൾക്ക് വ്യക്തമായി തുടങ്ങി. നീണ്ട നഖങ്ങൾ, ദേഹമാസകലം കറുത്ത രോമങ്ങൾ നിറഞ്ഞിരിക്കുന്നു. മനുഷ്യനോട് സാമീപ്യം തോന്നുന്ന പോലെ ഇരു കാലുകൾ ഊന്നി അത് മെല്ലെ മുന്നോട്ട് നടന്നു. ഒരു കൂറ്റൻ കരടിയായിരിക്കുമെന്നാണ് അയാൾ കരുതിയത്. എന്നാൽ ചെന്നായയോട് സാദൃശ്യമുള്ള അതിന്റെ മുഖവും കൂർത്ത പല്ലുകളും ചോരയുടെ നിറമുള്ള ചുവപ്പ് കലർന്ന കണ്ണുകളും അയാളുടെ കൈകൾ വിറച്ചു. ആ ജീവി മരത്തിന്റെ അരികിലേക്കെത്തി. ഏറുമാടത്തിന്റെ മുകളിലിരിക്കുന്ന കുട്ടി കണ്ണുകൾ മുറുക്കിയടച്ചു. അല്പസമയം കഴിഞ്ഞ് അവൻ പതിയെ തലയുയർത്തി നോക്കി. അവിടെ എങ്ങും ആ മൃഗത്തെ കാണുന്നില്ല. എങ്ങും നിശബ്ദത മാത്രം. അയാൾ അപ്പോഴും ആ മരച്ചുവട്ടിൽ തന്നെ പതുങ്ങി കിടപ്പുണ്ടായിരുന്നു. അവൻ പതിയെ കോണിപ്പടികളിലൂടെ താഴേക്കിറങ്ങാൻ ശ്രമിച്ചു. ജോ, അരുത്! മരച്ചുവട്ടിൽ പതുങ്ങിക്കിടക്കുന്നയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഏറുമാടത്തിന് താഴെ കുട്ടിയെ ലക്ഷ്യമാക്കി ഒളിച്ചു നിന്ന ജീവി അപ്പോഴാണ് മരച്ചുവട്ടിൽ പതുങ്ങിക്കിടക്കുന്ന അയാളെ കണ്ടത്. അത് കൂർത്ത നഖങ്ങളുമായി അയാൾക്ക് നേരെ കുതിച്ചു ചാടി. അല്പമൊന്ന് പരിഭ്രമിച്ചു പോയെങ്കിലും ധൈര്യം നഷ്ടപ്പെടാതെ അയാൾ ഒരു മരക്കഷ്ണം ഒടിച്ചെടുത്ത് ആ ജീവിയെ ആഞ്ഞുകുത്തി. വയറ്റിൽ കുത്തേറ്റ മൃഗം അയാളെ ഒറ്റക്കൈ കൊണ്ടെടുത്തുയർത്തി. കഴുത്തിൽ മൂർച്ചയേറിയ പല്ലുകൾ ആഴ്ത്തി. രക്തം വാർന്നൊഴുകി. നിലവിളിക്കാൻ പോലുമാകാതെ പല്ലുകൾക്കിടയിൽ കിടന്നയാൾ പിടഞ്ഞു. അച്ഛാ! ജോൺ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. ശബ്ദം കേട്ട അന്നയും മിസ്സിസ് ബെർണാഡും മുറിയിലെത്തി. ജോൺ, എന്തുപറ്റി? അച്ഛൻ, അച്ഛൻ! ജോൺ ഇടറിയ ശബ്ദത്തോടെ കിതച്ചുകൊണ്ട് പറഞ്ഞു. ജോണിന്റെ മുഖത്തെ വിയർപ്പ് കണികകൾ വസ്ത്രത്തിന്റെ ഒരു ഭാഗം കൊണ്ട് ഒപ്പിയെടുത്തുകൊണ്ട് മിസ്സിസ് ബെർണാഡ് ചോദിച്ചു. ഓ ജോൺ, അതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞിരിക്കുന്നു. നിനക്കിന്നും ഈ ദുസ്വപ്നത്തിൽ നിന്നും പുറത്തു കിടക്കാൻ കഴിഞ്ഞിട്ടില്ലേ? അന്ന പോയിക്കോളൂ, ഞാൻ ജോണിന്റെ ഒപ്പം ഇരുന്നു കൊള്ളാം. വേണ്ട, ജോൺ എതിർത്തു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, മുത്തശ്ശിയും പോയിക്കോളൂ. ഉറപ്പാണോ ജോൺ? അതെ, മുത്തശ്ശിയും പോയിക്കോളൂ. മിസ്സിസ് ബെർണാഡ് ജോണിന്റെ നെറ്റിയിൽ കൈവച്ച് ആശ്വസിപ്പിച്ചു. ശേഷം പുറത്തേക്കിറങ്ങി. മേം സാബിന് എന്താണ് പറ്റിയത്? അന്ന തിരക്കി. നിറഞ്ഞ കണ്ണുകളുമായി അവർ ഏതോ സ്വപ്നത്തിൽ ആഴ്ന്നുപോയതുപോലെ അന്നക്ക് തോന്നി. മേം സാബ്! തോളിൽ കൈവച്ച് അവൾ വിളിച്ചു. ഹാ ജോൺ, അവന്റെ അച്ഛന്റെ മരണം നേരിൽ കണ്ടതിന് ശേഷം അവൻ ഇങ്ങനെയാണ്. അദ്ദേഹത്തിന് എന്താ പറ്റിയ മേം സാബ്? 10-12 വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിനോട് ചേർന്നുള്ള ഗ്രാമത്തിലെ കുറച്ചു പേർ മിസ്റ്റർ ബെർണാഡിനെ കാണാനായി ഇവിടെ വന്നിരുന്നു. മേം സാബ്, ബെർണാഡ് സാബ് അകത്തുണ്ടോ? ഇല്ല, അദ്ദേഹം ഒരു ആവശ്യത്തിനായി ഡച്ച് മാർക്കിലേക്ക് പോയിരിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞാൽ മടങ്ങി വരൂ. നിരാശ കലർന്ന മുഖത്തോടെ അവർ എന്നെ നോക്കി. എന്ത് പറ്റി? മേം സാബ്, ഏതൊരു ജീവി നാട്ടിലിറങ്ങി വിളകളൊക്കെ നശിപ്പിച്ചിരിക്കുന്നു. വളർത്തുമൃഗങ്ങളെ കൊന്നു തിന്നുന്നു. അയാളുടെ ശബ്ദമിടറി. മറ്റൊരാൾ പറഞ്ഞു, ഇന്നലെ ഇദ്ദേഹത്തിന്റെ കൊച്ചുമകളെയും ആ ജീവി കൊന്നുകളഞ്ഞു. മുൻപ് നാട്ടിലിറങ്ങിയ വന്യജീവികളെ തുരത്താൻ സഹായിച്ചത് സാബായിരുന്നു. പേടിക്കണ്ട, ഞാൻ ഉടനെ അദ്ദേഹത്തിന് ലെറ്റർ എഴുതാം. പക്ഷേ മേം സാബ്, ലെറ്റർ ഡച്ച് മാർക്കിലെത്താൻ 3 ദിവസമെങ്കിലും എടുക്കും. അപ്പോഴാണ് പീറ്റർ അവിടെ വന്നത്. അതായത് പീറ്റർ എന്ന് പറഞ്ഞാൽ ജോണിന്റെ അച്ഛൻ. അവൻ ഗ്രാമവാസികളെ സമാധാനപ്പെടുത്തി പറഞ്ഞയച്ചു. എൻ്റെ വാക്ക് കേൾക്കാതെ അന്ന് രാത്രി തന്നെ അവൻ കാട് കയറി. പക്ഷെ ആരും കാണാതെ ജോണും ആ ജീപ്പിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. മിസ്സിസ് ബെർണാഡ് കൈകൾ കൊണ്ട് മുഖം മറച്ച് പൊട്ടിക്കരഞ്ഞു. അന്ന ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ അവനോട് പറഞ്ഞതാണ് അദ്ദേഹം വരുന്നതുവരെ കാത്തിരിക്കാൻ. അവൻ കേട്ടില്ല. നാട്ടിലെ വിവരം മറ്റാരോ വഴി അറിഞ്ഞ് പിറ്റേന്ന് തന്നെ മിസ്റ്റർ ബെർണാഡ് സ്ഥലത്തെത്തി. അദ്ദേഹമാണ് കാട്ടിൽ ഒരു ഏറുമാടത്തിൽ ബോധം കെട്ടുകിടന്ന ജോണിനെ വീട്ടിലെത്തിച്ചത്. അതിൽ പിന്നെ ജോൺ ഇങ്ങനെയാണ്. പീറ്ററിന്റെ ശരീരം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. അവർ വാക്കുകൾ പൂർത്തിയാക്കാൻ പാടുപെട്ടു. കരച്ചിലടക്കാൻ കഴിയാതെ മിസ്സിസ് ബെർണാഡ് അന്നയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഇരുട്ടിനെ കീറിമുറിച്ച് സൂര്യരശ്മികൾ ന്യൂ കാസ്റ്റിലിന് മുകളിൽ പടർന്നു. ജനാലയിലൂടെ മുഖത്തേക്ക് പതിച്ച സൂര്യകിരണങ്ങളെ കൈകൊണ്ട് തടഞ്ഞുകൊണ്ട് ജോൺ എഴുന്നേറ്റു. ഇപ്പോൾ ന്യൂ കാസ്റ്റിൽ നിശബ്ദമാണ്, തീർത്തും നിശബ്ദം. ക്രൂരതയും നിഗൂഢതയും ഉള്ളിൽ മറച്ച് മനോഹരമായി പുഞ്ചിരിക്കുന്ന ചില മനുഷ്യരെ പോലെയാണ് സൂര്യരശ്മികളാൽ അലങ്കരിക്കപ്പെട്ട ന്യൂ കാസ്റ്റിൽ. അയാൾ മനസ്സിലോർത്തു. സാബ്! അന്നയാണ്. അവൾ കയ്യിലെ ചായക്കപ്പ് ജോണിന് നേരെ നീട്ടി. അത് വാങ്ങിക്കൊണ്ട് ജോൺ ചോദിച്ചു, ഇയാൾ ഇവിടെ എത്ര കാലമായി വന്നിട്ട്? അല്ലെങ്കിൽ മുത്തശ്ശി ആരെയും അധികം നാൾ ഇവിടെ നിർത്താത്തതാണല്ലോ? അയാൾ ഒരു ചെറു പുഞ്ചിരിയോട് ചോദിച്ചു. എൻ്റെ മുത്തശ്ശൻ ബെർണാഡ് സാബിൻ്റെ സുഹൃത്തായിരുന്നു. കുറച്ചു നാൾ മുന്നേ മേം സാബിനൊരു സഹായത്തിനായി എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. മുത്തശ്ശൻ്റെ സുഹൃത്തോ? അതെ, നിക്കോളാസ്. ഓ, ഇയാൾ മിസ്റ്റർ നിക്കോളാസിൻ്റെ കൊച്ചുമകളാണോ? അതെ, ലൂയിസിൻ്റെ സഹോദരി. ലൂയിസിനെ ഓർമ്മയുണ്ടോ? അദ്ദേഹം താങ്കളെപ്പറ്റി ഒരുപാട് പറയാറുണ്ട്. ലൂയിസ് ന്യൂ കാസ്റ്റിലിലെ ഏക സുഹൃത്ത്.
ലൂയിസിനെ ആദ്യമായി കണ്ടത് ഞാൻ ഓർക്കുന്നു. മിസ്റ്റർ നിക്കോളാസിന്റെ കൈയും പിടിച്ച് അവൻ ബെർണാഡ് ഹൗസിന്റെ മുന്നിലെത്തി. സ്വർണ്ണ നിറത്തിലുള്ള മുടിയും നീല കണ്ണുകളുമുള്ള എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയ അവനെ എടുത്തുയർത്തി മുത്തച്ഛൻ പറയുമായിരുന്നു, എന്നെയും നിക്കോളയെയും പോലെ ജോയും ലൂയിയും എന്നും നല്ല സുഹൃത്തുക്കളായിരിക്കും. ലൂയി ഇപ്പോൾ എവിടെയാണ്? നാട്ടിലുണ്ട്. സാബിന്റെ കൃഷിസ്ഥലവും മറ്റും നോക്കി നടത്തുന്നത് അദ്ദേഹമാണ്. മുത്തച്ഛന്റെ അവസ്ഥ തീരെ മോശമാണ്. എപ്പോഴും ഏതെങ്കിലും മദ്യശാലകളിൽ ഉണ്ടാകും. ഇപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അന്നയുടെ അച്ഛനും അമ്മയും? അവൾ അല്പസമയം ഒന്നും മിണ്ടിയില്ല. മേംസാബ് താഴെ കാത്തിരിക്കുന്നുണ്ട്. ചായക്കപ്പുമായി തിരിച്ചു പോകുന്നതിന് മുന്നേ അന്ന ഓർമ്മിപ്പിച്ചു, ഇവിടെയെല്ലാം മാറിപ്പോയിരിക്കുന്നു. ആ പഴയ ന്യൂ കാസ്റ്റിൽ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലായിരിക്കാം. ജോൺ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. ജോൺ പടിക്കെട്ടുകളിലൂടെ താഴേക്കിറങ്ങി. അവിടെ ഡൈനിങ് ടേബിളിന്റെ മുന്നിലായി മിസ്സിസ് ബെർണാഡ് ഇരിക്കുന്നുണ്ടായിരുന്നു. വാർദ്ധക്യം അവരെയും തളർത്തിക്കൊണ്ടിരിക്കുന്നു. വൈഡൂര്യം പോലെ തിളങ്ങിയിരുന്ന ആ കണ്ണുകളിൽ സങ്കടം തളം കെട്ടി നിൽക്കുന്നു. മുത്തശ്ശി ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ല. അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, ബെർണാഡ് ഹൗസിന്റെ ഐശ്വര്യം മുത്തശ്ശിയാണെന്ന്. മുത്തശ്ശി, അയാൾ വിളിച്ചു. ആ ജോ, വരൂ, ഇരിക്കൂ. ജോൺ അവർക്ക് മുമ്പിലായിരുന്നു. അന്ന പ്ലേറ്റുകൾ എടുത്തു വെച്ചു. അന്ന, നീയും ഇരിക്കൂ, മുത്തശ്ശി പറഞ്ഞു. അവളും മുത്തശ്ശിക്ക് അരികിലായിരുന്നു. ജോ, നിന്നെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല. നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒളിച്ചോട്ടം ഒന്നിനും പരിഹാരമല്ലല്ലോ. നിന്നെപ്പോലെ തന്നെ അല്ലെങ്കിൽ നിന്നേക്കാൾ ഏറെ ഇഷ്ടപ്പെട്ടവർ ഇവിടെയുണ്ട്. അവരൊന്നും ഒളിച്ചോടിയില്ലല്ലോ. ഈ നാടെനിക്ക് ദുരിതങ്ങൾ മാത്രമാണ് സമ്മാനിച്ചത്. പിന്നെ ഇവിടെ കഴിയുന്നതിൽ എനിക്കൊരർത്ഥവുമില്ല. മുത്തശ്ശിയുടെ മുഖത്ത് നോക്കാതെ ജോൺ പറഞ്ഞു. മുത്തശ്ശൻ്റെ അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചു പോകും. മുത്തശ്ശിയും കൂടെ വേണം. ജോൺ, നീ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കേ. എന്തു മനസ്സിലാക്കാനാണ്? എല്ലാം നഷ്ടമായത് എനിക്കാണ്, എനിക്ക് മാത്രം. അല്ല, നീ പോയ ശേഷം ആ ഗ്രാമത്തിൽ വീണ്ടും ആ ജീവിയുടെ അക്രമമുണ്ടായി. അപ്പോഴാണ് അന്നയ്ക്കും അവളുടെ കുടുംബത്തെ നഷ്ടമായത്. നിരവധി പേർക്ക് അവരുടെ വീടുകൾ നഷ്ടമായി, ജീവനുകൾ നഷ്ടമായി. ഞെട്ടലോടെ ജോൺ മിസ്സിസ് ബെർണാഡിനെ നോക്കി. ഇപ്പോൾ അവരാരും ആ പ്രദേശത്ത് പോകാറില്ല. ഇനിയും ആ ക്രൂര മൃഗത്തിൻ്റെ കടന്നുവരവ് ഉണ്ടാകുമോ എന്നറിയില്ല. ഉണ്ടായാൽ അത് താങ്ങാനുള്ള ശേഷി ഇവിടെയുള്ളവർക്കുണ്ടാകില്ല. എന്നിട്ട് സ്വന്തം നാട് ഉപേക്ഷിച്ച് പോകാൻ അവരാരും തയ്യാറല്ല. നിന്നോട് ഇവിടെ നിൽക്കണമെന്നോ ഇവരെ സഹായിക്കണമെന്നോ ഞാൻ പറയില്ല. ഞാനൊരിക്കലും ഇവിടം വിട്ടു വരികയില്ല. എന്ത് പറയണമെന്നറിയാതെ ജോൺ നിശ്ചലനായിരുന്നു. മിസ്റ്റർ ബെർണാഡിന് നിന്നോട് എന്തെല്ലാമോ പറയണമെന്നുണ്ടായിരുന്നു. അദ്ദേഹം നിനക്കായി ഒരു കത്ത് എഴുതിയിരുന്നു. എന്നാൽ അത് നിനക്ക് നൽകാൻ അദ്ദേഹത്തിനായില്ല. മിസ്സിസ് ബെർണാഡ് ധരിച്ചിരുന്ന ഓവർകോട്ടിലെ പോക്കറ്റിൽ നിന്നും ഒരു കത്ത് ജോണിന് നേരെ നീട്ടി. ജോൺ അത് വാങ്ങി. അന്ന എല്ലാവർക്കും ഭക്ഷണം എടുത്തു വച്ചു. ന്യൂ കാസ്റ്റിൽ അപ്പോഴും ഇരുട്ടിനെ ഉള്ളറകളിൽ മറച്ച് നിശബ്ദമായി പുഞ്ചിരിച്ചുകൊണ്ടേയിരുന്നു. ജോൺ കത്ത് മേശപ്പുറത്ത് വെച്ച് തലയിണ കൊണ്ട് ചെവികൾ പൊത്തിക്കിടന്നു. അപ്പോഴും മിസ്സിസ് ബെർണാഡിന്റെ വാക്കുകൾ അയാളിൽ അലയടിക്കുന്നുണ്ടായിരുന്നു. അല്പസമയത്തിന് ശേഷം ജോൺ കിടക്കയിൽ നിന്നെഴുന്നേറ്റ് പതിയെ കത്ത് കയ്യിലേക്കെടുത്തു. പുറംചട്ടയിലൂടെ വിരലോടിച്ചു. ജോൺ, ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കൂ, മുത്തശ്ശി വിളിച്ചു പറഞ്ഞു. കത്ത് വസ്ത്രത്തിന്റെ ഉള്ളിൽ വെച്ച് അയാൾ താഴേക്ക് നടന്നു. മുറ്റത്ത് കുറച്ച് ആളുകൾ നിൽപ്പുണ്ട്. മുത്തശ്ശിയോട് എന്തെല്ലാമോ സംസാരിക്കുന്നു. ജോ, ഒരാൾ ജോണിനെ കൈ ഉയർത്തി വിളിച്ചു. ഓ, ലൂയിസ്. ജോൺ ഓടിയെത്തി ലൂയിസിനെ കെട്ടിപ്പിടിച്ചു. ജോൺ, നീ ഏറെ മാറിപ്പോയിരിക്കുന്നു, ചിരിച്ചുകൊണ്ട് ലൂയിസ് പറഞ്ഞു. അതെ, മാറിപ്പോയിരിക്കുന്നു. ജോൺ ലൂയിസിനെ നോക്കി ചെറുതായി ചിരിച്ചു. നിങ്ങൾ കയറിയിരിക്കൂ. മിസ്സിസ് ബെർണാഡ് അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ജോൺ, ഇവരെൻ്റെ സുഹൃത്തുക്കളാണ്, തോമസ് ഹെൻറി ജെയിംസ്. അകത്തേക്ക് കടക്കുമ്പോൾ ലൂയിസ് പരിചയപ്പെടുത്തി. ഹലോ ജോൺ. തോമസ് ജോണിന് നേരെ കൈനീട്ടി. ഹലോ തോമസ്. ബെർണാഡ് സാബിൻ്റെ വിയോഗത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായ ദുഃഖമുണ്ട്. ലൂയിസ് ജോണിൻ്റെ തോളിൽ കൈവച്ചു. അല്പസമയത്തിന് ശേഷം തോമസ് കൂട്ടിച്ചേർത്തു. ജോൺ, നിനക്കറിയാമല്ലോ നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. വീടും കൃഷിസ്ഥലവും നഷ്ടപ്പെട്ട് എല്ലാവരും പട്ടിണിയിലാണ്. ഇനിയും എത്ര കാലം ഇങ്ങനെ തുടരാനാവുമെന്നറിയില്ല. കാടായിരുന്നു നമ്മുടെ ആശ്രയം. കാടിനെ ആശ്രയിച്ച് കഴിയുന്ന കുറച്ച് ഗ്രാമവാസികൾക്ക് എന്ത് സംഭവിച്ചാലും അത് പുറം ലോകത്തെ ബാധിക്കില്ല. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ പൊരുതേണ്ടിയിരിക്കുന്നു. ഇനിയും പേടിച്ച് കാട്ടിലേക്ക് പോകാതിരുന്നാൽ നമ്മുടെ കുട്ടികൾ പട്ടിണിയിലാകും. ജോൺ, ഞങ്ങൾ എന്തായാലും കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. കഴിഞ്ഞ 7 വർഷങ്ങളായി ആ ജീവി ആരും കണ്ടിട്ടില്ല. അത് മരിച്ചു പോയിരിക്കണം. അഥവാ അങ്ങനെ അല്ലെങ്കിൽ തന്നെ അതിൻ്റെ മരണം ഞങ്ങൾ ഉറപ്പുവരുത്തും. നീയും ഞങ്ങളോടൊപ്പം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജോണിന് ലൂയിസിൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. എന്ത് പറയണമെന്നറിയാതെ അയാൾ പരുങ്ങി. ഇല്ല, ഞാൻ വരുന്നില്ല. നിങ്ങളും പോകരുത്. ആ ജീവിയെ നേരിടാനുള്ള കരുത്ത് നമ്മൾക്കില്ല. മറ്റെന്തെങ്കിലും വഴിയിലൂടെ നമുക്ക് ഈ പ്രശ്നത്തെ പരിഹാരം കാണാം. ജെയിംസ് കസാരയിൽ നിന്നും എഴുന്നേറ്റു. ഞങ്ങളുടെ കാര്യം നീ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. നിന്റെ മുത്തശ്ശൻ്റെ വാക്ക് കേട്ടാണ് ഞങ്ങൾ ഇത്രയും കാലം ഒന്നും ചെയ്യാതിരുന്നത്. അല്ലെങ്കിലും ഭയന്ന് ഒളിച്ചോടിപ്പോയ നിന്നിൽ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചതാണ്. ലൂയിസിൻ്റെ നിർബന്ധപ്രകാരം മാത്രമാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ജോണിന് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ അയാളുടെ ഷർട്ടിൻ്റെ കോളറിൽ കടന്നു പിടിച്ചു. ലൂയിസ് അവരെ പിടിച്ചു മാറ്റി. ജെയിംസ്, മാറി നിൽക്ക്. ജോൺ, ഞങ്ങൾക്ക് വേറെ വഴികളൊന്നുമില്ല. ഞങ്ങൾ എന്തായാലും ബെസിവയിലേക്ക് പോവുക തന്നെ ചെയ്യും. അവർ പുറത്തേക്കിറങ്ങി.
സമയം വീണ്ടും കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ജോണിന്റെ മനസ്സ് കലുഷിതമായിരുന്നു. അയാൾ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. 1000 ചിന്തകൾ അയാളിലൂടെ കടന്നുപോയി. അയാൾ സിഗരറ്റ് പാക്കറ്റിനായി പോക്കറ്റിൽ കൈകടത്തി. ബെർണാഡിന്റെ കത്ത് കയ്യിൽ തടഞ്ഞു. അയാൾ അത് പുറത്തേക്കെടുത്ത് നോക്കി. ഫ്രം ജോസഫ് ബെർണാഡ്, ബെർണാഡ് ഹൗസ്, ന്യൂ കാസ്റ്റിൽ, ടു ജോൺ പീറ്റർ, സ്ട്രീറ്റ് നമ്പർ 14, ഡെമാർക്കിംഗ്. ഒരല്പം പരിഭ്രമത്തോടെ ജോൺ കത്ത് തുറന്നു നോക്കി. പ്രിയപ്പെട്ട ജോൺ, നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ കത്ത് നിന്റെ കൈകളിൽ എത്തുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടാകുമോ എന്ന സംശയമാണ്. എനിക്ക് മരിക്കാൻ ഭയമില്ല. പക്ഷേ ന്യൂ കാസ്റ്റിൽ ഞാനും നീയും നിന്റെ അച്ഛനും ജനിച്ചു വളർന്ന മണ്ണാണ്. ഇവിടെയുള്ളവർ നമ്മുടെ കൂടപ്പിറപ്പുകളാണ്. അവർക്ക് വേണ്ടിയാണ് നിന്റെ അച്ഛൻ അവൻ്റെ ജീവൻ തന്നെ ബലി നൽകിയത്. നിന്നോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കറിയാത്തതും നാം അറിയാൻ ശ്രമിക്കാത്തതുമായ കാര്യങ്ങൾ ഈ ഭൂമിയിൽ നിരവധിയുണ്ട്. ഞാൻ പറയുന്നത് നിനക്ക് അവിശ്വസനീയമായി തോന്നിയേക്കാം, ഒരു കെട്ടുകഥ പോലെ തോന്നിയേക്കാം. എന്തു തന്നെയായാലും നീ അതറിയണം. അന്ന് നീ ന്യൂ കാസ്റ്റിൽ നിന്ന് പോയ ശേഷം വനത്തോട് ചേർന്നുള്ള പ്രദേശത്ത് വീണ്ടും ആ മൃഗത്തിൻ്റെ അക്രമമുണ്ടായി. എങ്ങനെയെങ്കിലും ആ ജീവിയെ കണ്ടെത്തി കൊലപ്പെടുത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ കുറച്ച് ആളുകളുമായി വനത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. അതൊരു ശൈത്യകാലമായിരുന്നു. മഞ്ഞുകണികകൾ ബസീവ വനത്തിലെ മരച്ചില്ലകളിൽ പറ്റിപ്പടർന്നിരുന്നു. നേർത്ത മൂടൽമഞ്ഞ് വനത്തിലാകെ പടർന്നു കിടക്കുന്നു. അന്തരീക്ഷത്തിൽ ചെറിയ കൂകിവിളിയോടെ തണുത്ത കാറ്റ് വീശിയടിക്കുന്നു. സാബ്, ഇവിടെയെങ്ങും ആ ജീവിയെ കാണുന്നില്ല, ഒരാൾ വിളിച്ചു പറഞ്ഞു. രാത്രിയാകുന്നതിന് മുന്നേ നമുക്കവനെ കണ്ടുപിടിക്കണം. ഓരോരുത്തരായി ഓരോ സ്ഥലങ്ങളിൽ അന്വേഷിക്കൂ. അതിനുശേഷം ഇരുട്ട് മൂടുന്നതിന് മുമ്പേ നമുക്ക് വനത്തിൻ്റെ പുറത്ത് കടക്കേണ്ടതുണ്ട്. ആരെങ്കിലും ആ ജീവിയെ കണ്ടെത്തിയാൽ വിവരം എന്നെ അറിയിക്കുക. ബെർണാഡ് റൈഫിൾ ലോഡ് ചെയ്തു. അങ്ങനെ ആ കൂട്ടം ഓരോ വഴിക്കായി പിരിയുന്നു. സമയമേറെ കഴിഞ്ഞു. ശൈത്യത്തിൻ്റെ തീക്ഷ്ണത ഏറുന്ന പോലെ നേർത്ത മൂടൽമഞ്ഞ് കൂടുതൽ വ്യാപ്തിയിൽ വനത്തെ വലയം ചെയ്തു. രാത്രിയാകാൻ ഇനി ഏറെ സമയം ബാക്കിയില്ല. തിരിച്ചു പോകാം. രാത്രിയിൽ അവനെ തിരയുന്നത് ബുദ്ധിയല്ല, ബെർണാഡ് മനസ്സിൽ ചിന്തിച്ചു. തൊണ്ട വറ്റി വരണ്ടിരിക്കുന്നു. മഞ്ഞുതുള്ളികൾ സൂചിമുനകൾ പോലെ ശരീരത്തിൽ പതിക്കുന്നുണ്ടായിരുന്നു. ഇനി അധികം മുന്നോട്ട് നടക്കാൻ കഴിയില്ല. എവിടെയെങ്കിലും ആശ്രയം പ്രാപിക്കുക തന്നെ. അയാൾ അടുത്തു കണ്ട പാറക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് നടന്നു കയറി. റൈഫിൾ പാറക്കെട്ടുകളിൽ ചാരിവെച്ച് അയാൾ അവിടെയിരുന്നു. ഗ്ലൗസ് ഊരിമാറ്റി കൈകൾ തമ്മിലുരസി ചൂട് പിടിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് പാറക്കെട്ടുകൾക്കുള്ളിലെ മറ്റൊരു ഗുഹാകവാടം അയാൾ ശ്രദ്ധിച്ചത്. പുറത്തുനിന്ന് നോക്കിയാൽ കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ മറയ്ക്കപ്പെട്ടതുപോലെ ആ കവാടം നിലകൊണ്ടു. ഉള്ളിലേക്ക് പോയി നോക്കിയാലോ, ഇവിടെ മഞ്ഞിൻ്റെ വ്യാപ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ പതിയെ അങ്ങോട്ടേക്ക് നീങ്ങി. ഉള്ളിലേക്ക് എത്തി നോക്കി. അകത്തിരുട്ടാണ്. അയാൾ കയ്യിലുണ്ടായിരുന്ന റാന്തൽ വിളക്കിൽ തീ കൊളുത്തി ഉള്ളിലേക്ക് നടന്നു. അയാൾ ശ്രദ്ധയോടെ ഓരോ കാലുകളും മുന്നോട്ട് പതിപ്പിച്ചു. റാന്തൽ വെളിച്ചം ഗുഹയ്ക്കുള്ളിൽ പരന്നു. അതിൻ്റെ ചുമരുകളിൽ ഗുഹാചിത്രങ്ങൾ പോലെ എന്തെല്ലാമോ കുത്തി വരച്ചിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തിൻ്റെയോ ഞെരുക്കങ്ങൾ അയാൾ കേട്ടു. അയാൾ റാന്തൽ അല്പം കൂടി ഉയർത്തി നോക്കി. ഗുഹയ്ക്ക് അങ്ങേയറ്റം എന്തോ ഉണ്ട്. അതൊരു ചെന്നായയാണോ? അല്ല, ഒരു മനുഷ്യനെ പോലെ ഇരുകാലുകളിൽ മുഖമാഴ്ത്തി ഏതോ ക്രൂരമൃഗത്തിൻ്റെ അമർച്ചയോടെ എന്തോ ഒന്ന്. അതിൻ്റെ കാലുകൾ ഒരു ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ബെർണാഡിൻ്റെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ ഉയർന്നു. അയാൾ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി. മനുഷ്യൻ്റേതുപോലെയുള്ള മുടിയിഴകൾ മുഖത്തേക്ക് പടർന്നു കിടക്കുന്നു. റാന്തൽവട്ടം മുഖത്ത് പതിച്ച ആ ജീവി ഒരു ചെന്നായയെപ്പോലെ ബെർണാഡിന് നേരെ കുതിച്ചു ചാടി. എന്നാൽ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട കാലുകൾ അവനെ പുറകോട്ട് വലിച്ചു. അതിന് അധിക ദൂരം മുന്നോട്ട് കുതിക്കാനായില്ല. ബെർണാഡ് റൈഫിൽ അവന് നേരെ എയിം ചെയ്തു. പതിയെ ഫയർ ബട്ടണിൽ കൈകൾ വെച്ചു. അപ്പോഴും ആ ജീവി അയാൾക്ക് നേരെ കുതിച്ചു ചാടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. സാബ്, അരുത്! പുറകിൽ നിന്നാരോ ബെർണാഡിനെ ഒരു വശത്തേക്ക് തള്ളിമാറ്റി. ജോൺ കത്തിലെ അവസാന വരിയും വായിച്ചു കഴിഞ്ഞിരുന്നു. ഇതെല്ലാം സത്യമാണോ? ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള നിഗൂഢതകൾ. ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? അയാൾ ചിന്തിച്ചു. സാബ്, ലൂയിസ്! അന്ന ജോണിൻ്റെ മുറിയിലേക്ക് ഓടി വന്നു. അവളാകെ പരിഭ്രമിച്ചിരുന്നു. എന്തു പറ്റി അന്ന? ലൂയിസും കൂട്ടുകാരും എൻ്റെ വാക്ക് കേൾക്കാതെ വനത്തിൻ്റെ ഉള്ളിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അച്ഛനും അമ്മയും നഷ്ടമായി എനിക്ക് ബാക്കിയുള്ളത് അവൻ മാത്രമാണ്. സാബ്, എന്തെങ്കിലും ചെയ്യണം. അത് അനുവദിച്ചുകൂടാ. എത്രയും വേഗം ലൂയിസിനെ ഈ വിവരങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ... ജോൺ വേഗം ബെർണാഡ് ഹൗസിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഗ്യാരേജിൻ്റെ ഉള്ളിൽ പീറ്ററിൻ്റെ ജീപ്പ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അയാൾ ജീപ്പിൻ്റെ മൂടി മാറ്റി. എന്നാൽ അച്ഛൻ്റെ ഓർമ്മകൾ, ബസീവയിലെ പേടിപ്പെടുത്തുന്ന കാഴ്ചകളെല്ലാം അയാളിലൂടെ കടന്നുപോയി. അതെല്ലാം ജീപ്പിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിൽ നിന്നും അയാളെ തടഞ്ഞു. ഇല്ല, ഞാൻ ഇനിയും ഭയന്ന് നിന്നാൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരനെ നഷ്ടമായേക്കാം. എത്ര കാലം ഇങ്ങനെ ഒളിച്ചോടും? ഒരു നിമിഷം ഭയന്നു പോയെങ്കിലും അയാൾ കീയെടുത്ത് ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. എത്രയും വേഗം മുന്നോട്ട് നീങ്ങി. ജോണിനെ തിരക്കി ബെർണാഡ് ഹൗസിലേക്ക് വന്നുകൊണ്ടിരുന്ന ജെനീഫർ അയാളെ കണ്ടു. ഹേയ് ജോൺ! അവൾ ഉറക്കെ വിളിച്ചു. എന്നാൽ ജോൺ അവളെ കണ്ടില്ല. ജീപ്പ് ന്യൂ കാസ്റ്റിൽ വഴി അതിവേഗം മുന്നോട്ട് പോയി കൊണ്ടേയിരുന്നു. യാത്രക്കിടയിലും കത്തിലെ ബെർണാഡിൻ്റെ വാക്കുകൾ ജോണിൻ്റെ മനസ്സിൽ അലയടിച്ചു. സാബ്, അരുത്! പുറകിൽ നിന്നാരോ ബെർണാഡിനെ ഒരു വശത്തേക്ക് തള്ളിമാറ്റി.
റൈഫിൾ കയ്യിൽ നിന്നും താഴേക്ക് തെറിച്ചു വീണു. അയാൾ തിരിഞ്ഞു നോക്കി. നീ ആരാണ്? ഇവിടെ എന്ത് ചെയ്യുന്നു? പകച്ചു നിന്ന് അയാളെ നോക്കി ബെർണാഡ് വീണ്ടും ചോദിച്ചു. ഈ കുട്ടി ആരാണ്? ഇവൻ എന്തു പറ്റി? ഇവൻ എൻ്റെ മകനാണ്. അയാൾ പൊട്ടിക്കരഞ്ഞു. ഇവൻ എന്തു പറ്റി? പരിഭ്രമത്തോടെ ബെർണാഡ് ചോദിച്ചു. അയാൾ പൊട്ടിക്കരഞ്ഞു. അന്ന് ആ ചെന്നായ ഗ്രാമത്തെ ആക്രമിച്ച ദിവസം. എങ്ങും ഇരുട്ട് പടർന്നിരിക്കുന്നു. ചുറ്റും നിലവിളികൾ. ആളുകൾ ലക്ഷ്യബോധമില്ലാതെ ചിതറി ഓടിക്കൊണ്ടേയിരിക്കുന്നു. ആരും മറ്റാരെ പറ്റിയും ചിന്തിക്കുന്നില്ല. ഓട്ടത്തിനിടയിൽ ഒരു കുട്ടി കാലു തന്നെ നിലത്ത് വീണു. ചെന്നായയുടെ പൈശാചികമായ നോട്ടം ആ കുഞ്ഞിലേക്ക് പതിച്ചു. ആ ചെന്നായ അവന് നേരെ കുതിച്ചു വന്നു. അത് തൻ്റെ കൂർത്ത പല്ലുകൾ ഉപയോഗിച്ച് അവനെ കടിക്കാൻ തയ്യാറെടുത്തു. അപ്പോൾ പുറകിൽ നിന്നും ഒരാൾ ഒരു വടിയുമായി ആ ചെന്നായയെ ആക്രമിച്ചു. അത് അയാൾക്ക് നേരെ തിരിഞ്ഞു. അപ്പോഴേക്കും നേരം പുലർന്നു തുടങ്ങിയിരുന്നു. സൂര്യരശ്മികൾ ന്യൂകാസ്റ്റലിലെ ദുരന്തഭൂമിയിലേക്ക് പതിച്ചു തുടങ്ങിയിരുന്നു. സൂര്യകിരണങ്ങൾ ദേഹത്ത് പതിച്ചപ്പോൾ എന്തോ കണ്ടു ഭയന്നതുപോലെ ചെന്നായ വനത്തിൻ്റെ ഉള്ളിലേക്ക് കുതിരയോടി. അയാൾ കുട്ടിയെ എടുത്തുയർത്തി. അവൻ ഏറെ അവശനായിരുന്നു. അവൻ്റെ കഴുത്തിൽ ചെന്നായയുടെ നഖങ്ങൾ കൊണ്ട പാടുകളുണ്ടായിരുന്നു. അയാൾ കരഞ്ഞുകൊണ്ട് നിലത്തിരുന്നു. അതിനുശേഷം അവൻ ഇങ്ങനെയാണ്, ഏതോ ക്രൂരമൃഗത്തെ പോലെ. എനിക്ക് ഇവനുമായി നാട്ടിലേക്ക് പോകാൻ സാധിക്കില്ല. അവർ ഇവനെ ആട്ടി ഓടിക്കും. അത് കണ്ട് നിൽക്കാൻ എനിക്കാവില്ല. അപ്പോഴും ആ കുട്ടി അവരെ ആക്രമിക്കാനായി മുന്നോട്ട് കുതിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ സ്വയം കൈകൾ കടിച്ച് മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചു. അവൻ്റെ മുഖം കൂടുതൽ പൈശാചികമായി തുടങ്ങി. ഒരച്ഛന് കണ്ടു നിൽക്കാൻ കഴിയുന്നതിലും അധികമായിരുന്നു അത്. അയാൾ നിലത്ത് കിടന്ന ബെർണാഡിൻ്റെ തോക്ക് പെട്ടെന്ന് കൈക്കലാക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുട്ടിക്ക് നേരെ നിറയൊഴിച്ചു. ബെർണാഡ് ചെവികൾ പൊത്തിപ്പിടിച്ചു. വെടിയുണ്ട അവൻ്റെ മാറു തുളച്ച് കടന്നുപോയി. അയാൾ തോക്ക് സ്വന്തം തലയ്ക്ക് നേരെ ചൂണ്ടി. വേണ്ട! ബെർണാഡ് തോക്ക് തട്ടി അകറ്റാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോഴേക്കും അയാൾ ആത്മഹത്യ ചെയ്തിരുന്നു. ബെർണാഡിൻ്റെ മനസ്സ് സ്തംഭിച്ചു. കണ്ണുകളിൽ ഇരുട്ട് പടരുന്ന പോലെ അയാൾ ഗുഹയ്ക്കുള്ളിൽ നിന്നും പുറത്തു കടന്നു. ഞാൻ ഇതിനെപ്പറ്റി ആരോടൊന്നും പറഞ്ഞില്ല. അത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ആ ജീവിയുടെ പൈശാചികത നേരിൽ കണ്ടവനാണ് ഞാൻ. എന്നെങ്കിലുമെല്ലാം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഗ്രാമവാസികൾ. അവരുടെ പ്രതീക്ഷകൾ നശിപ്പിക്കാൻ എനിക്കാകുമായിരുന്നില്ല. ഇനിയും ന്യൂകാസ്റ്റലിൽ ഒരാളുടെ മരണം കൂടി. അതെനിക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു. അതുകൊണ്ട് ഇനിയും വനത്തിൻ്റെ ഉള്ളിൽ പോകുന്നതിൽ നിന്നും ഞാൻ അവരെ തടഞ്ഞു. എനിക്ക് ശേഷം ന്യൂകാസ്റ്റലിന് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ നിനക്കാവുന്ന വിധത്തിൽ നീ അവരെ സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ന്യൂകാസ്റ്റലിലെ ഇടുങ്ങിയ പാതയോരങ്ങളിലൂടെ ജീപ്പ് അതിവേഗം മുന്നോട്ട് കുതിച്ചു. ഗ്രാമവാസികൾ അല്പം പരിഭ്രമത്തോടെ അത് നോക്കി നിന്നു. തമ്മിൽ എന്തെല്ലാമോ അടക്കം പറഞ്ഞു. വനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ജോൺ ജീപ്പ് നിർത്തി അല്പസമയം കണ്ണുകളടച്ച് പഴയതെല്ലാം ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ആ ഓർമ്മകൾ ഇപ്പോൾ അയാളെ ഭയപ്പെടുത്തുന്നില്ല. ഒരുതരം മരവിപ്പ് മാത്രം. ജെനീഫറിൻ്റെ കാർ ജീപ്പിൻ്റെ മുന്നിലായി വന്നു നിന്നു. ജെനീഫർ, നീ എന്താണ് ഇവിടേക്ക് വന്നത്? ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ഇങ്ങോട്ട് വരണ്ടാന്ന്. അതെന്താണ് ജോൺ? നിന്റെ നാട്ടിലേക്ക് ഞാൻ ഒരിക്കലും വരണ്ടാന്നാണോ പറഞ്ഞു വരുന്നത്? നീ എന്താണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് ജെനീഫർ? അതെ, ശരിയാണ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തിനെയാണ് നീ ഇങ്ങനെ ഭയപ്പെടുന്നത്? എന്തായാലും തുറന്നു പറയൂ ജോൺ. നിനക്കിതെല്ലാം മനസ്സിലാകുമോ എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയാം. നടന്നതെല്ലാം ജോൺ ജെനീഫറിനോട് വിശദീകരിച്ചു. വാനിൽ സൂര്യകിരണങ്ങൾ രക്തവർണം ചാലിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷികൾ കാടിൻ്റെ ഉള്ളിലെ വൃക്ഷങ്ങളിലേക്ക് ചേക്കേറി തുടങ്ങിയിരിക്കുന്നു. ഇല്ല, എനിക്കിനിയും സമയമില്ല. എത്രയും വേഗം എനിക്ക് ലൂയിസിനെ കണ്ടെത്തേണ്ടതുണ്ട്. വേഗം തിരിച്ചു പോകൂ ജെനീഫർ. നിന്നെ ഒറ്റയ്ക്ക് അപകടത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് തിരിച്ചു പോകാൻ എനിക്കാവില്ല. അവൾ അയാളുടെ ജീപ്പിലേക്ക് കയറിയിരുന്നു. അയാൾ നിസ്സഹായതയോടെ അവളെ നോക്കി. ശേഷം ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതേസമയം അകലെ വനത്തിൻ്റെ ഉള്ളിൽ ആ ജീവിക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു ലൂയിസും കൂട്ടരും. അവർ ഏറെ ക്ഷീണിച്ചിരിക്കുന്നു. രാത്രി ആവാറായിരിക്കുന്നു. നമുക്കവൻ ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. രാത്രിയിൽ വനത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് ബുദ്ധിയല്ല. ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട്, ലൂയിസ് പറഞ്ഞു. വരൂ, ഞാനവിടെ പാറക്കെട്ടുകൾക്കിടയിൽ ഒരു ഗുഹാകവാടം ശ്രദ്ധിച്ചിരുന്നു. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അകലെയുള്ള പാറക്കെട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തോമസും അത് ശരിവെച്ചു. അവരാ പാറക്കെട്ട് ലക്ഷ്യമാക്കി നീങ്ങി. കവാടത്തിന് മുന്നിലെത്തി. അതിൻ്റെ ഉള്ളിൽ വെളിച്ചം കുറവായിരുന്നു. ഹെൻറി ടോർച്ച് ലൈറ്റ് ഓണാക്കി മുന്നിലൂടെ നടന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവൻ്റെ കാലുകളിൽ എന്തോ തട്ടിയതായി തോന്നി. അവൻ താഴേക്ക് നോക്കി. അതൊരു അസ്ഥിക്കൂടമായിരുന്നു. അവൻ ഭയന്ന് പിന്നോട്ടേക്ക് ചാടി. ഹെൻറിയിൽ നിന്ന് ടോർച്ച് വാങ്ങി ലൂയിസ് ചുറ്റും നോക്കി. അവിടെ ഗുഹയുടെ അകലെയായി മറ്റൊരു അസ്ഥിക്കൂടവും കിടക്കുന്നു. അതിൻ്റെ കാലസ്ഥികൾ ഏതോ തുരുമ്പ് ചങ്ങലയാൽ ബന്ധിച്ചിരിക്കുന്നു. എനിക്കെന്തോ ഈ സ്ഥലം അത്രയ്ക്ക് സുരക്ഷിതമായി തോന്നുന്നില്ല. മറ്റൊരു സ്ഥലം കണ്ടെത്തുന്നതാവും നല്ലത് എന്ന് തോന്നുന്നു, ഹെൻറി പറഞ്ഞു. ജോനാഥൻ അവനെ കളിയാക്കി. ആ ടോർച്ച് ഹെൻറിയുടെ കൈകളിൽ നൽകൂ. അവനിപ്പോൾ തന്നെ മറ്റൊരു സ്ഥലം കണ്ടെത്തി വരുന്നതാണ്. ചിലപ്പോൾ ആ മൃഗത്തിൻ്റെ അക്രമം ഉണ്ടായാലും ഹെൻറി നമ്മളെ രക്ഷിച്ചുകൊള്ളും. മറ്റുള്ളവരും ചിരിച്ചു. ലൂയിസ് ഹെൻറിയെ സമാധാനപ്പെടുത്തി. ഭയപ്പെടേണ്ട, ഇത് വെറും അസ്ഥിക്കൂടങ്ങൾ മാത്രമാണ്. രാത്രി ആവാറായിരിക്കുന്നു. ഇനിയും മറ്റൊരു സ്ഥലം തിരയുന്നത് ഉചിതമായിരിക്കില്ല. അന്ന് രാത്രി അവർ അവിടെ തന്നെ തങ്ങാൻ തീരുമാനിച്ചു. ബസിവയിലെ ആകാശങ്ങളിൽ രക്തവർണം ചാലിച്ചിരുന്ന സൂര്യകിരണങ്ങൾ പതിയെ പിൻവാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു.
എന്തിൻ്റെയോ നിഴൽ പടർന്ന പോലെ ഇരുട്ട് ആ കാടിനെ ബാധിച്ചു തുടങ്ങി. അപ്പോൾ അവിടെ രാത്രിയുടെ ആഗമനത്തിൻ്റെയോ ആഗതമാകാൻ പോകുന്ന ഒരു വലിയ ദുരന്തത്തിൻ്റെയോ സൂചന എന്നോണം ചെന്നായ്ക്കൂട്ടം ഊരിയിടുകയും ക്ഷുദ്രജീവികൾ അലമുറയിടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സന്ധ്യ മറഞ്ഞു. രാത്രിയുടെ നിശബ്ദ അലകൾ കാടിനെ വേട്ടയാടാൻ ആരംഭിച്ചു. ചീവീടിൻ്റെ സ്വരം അവരുടെ സ്രവങ്ങളെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഗുഹയുടെ ഭിത്തിയിൽ കോറിയിട്ടിരുന്ന ചിത്രങ്ങളിലേക്ക് അപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇത് നോക്കി, ലൂയിസ് എല്ലാവരെയും വിളിച്ചുകൂട്ടി. ഗുഹാചിത്രങ്ങളോ? കണ്ടിട്ട് നല്ല പഴക്കമുള്ളതായി തോന്നുന്നല്ലോ. ചിത്രങ്ങളുടെ വിടവുകളിൽ സ്ഥാനം പിടിച്ച പൊടികളെ തട്ടിമാറ്റിക്കൊണ്ട് ജോനാഥൻ പറഞ്ഞു. അതിനെ ശരിവെച്ച് ലൂയിസും ഹെൻറിയും തോമസും തലയാട്ടി. ഇതും നോക്കി നിൽക്കാനാണോ ഭാവം? ഹെൻറി അതും പറഞ്ഞ് മുന്നോട്ട് നടന്നു. കരിയിലകൾ നീക്കി നിലത്ത് സ്ഥലമുറപ്പിച്ചു. ബാക്കിയുള്ളവരും അയാളെ പിന്തുടർന്നു. നാളെ സൂര്യനുദിക്കും മുമ്പേ ഇവിടെ നിന്നിറങ്ങണം. അതിനെ കണ്ടുപിടിച്ച് വകവരുത്തണം. അസ്ഥിക്കൂടങ്ങളിലേക്ക് അവജ്ഞതയോടെ ദൃഷ്ടിയൂന്നി തോമസ് തന്റെ അഭിപ്രായം മുന്നോട്ട് വെച്ചു. അതിന്റെ തല അറുത്തെടുക്കുക തന്നെ ചെയ്യണം. ജോനാഥൻ കൈവശം കരുതിയ അരിവാള് പാറയിൽ ഉരസിക്കൊണ്ട് മൂർച്ച വരുത്തി. അവരുടെ സംഭാഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. പൊടുന്നനെ എല്ലാവരോടും നിശബ്ദരാകാൻ ഹെൻറി ആംഗ്യം കാണിച്ചു. കാര്യം മനസ്സിലാകാതെ അവർ പരസ്പരം നോക്കി. രാത്രിയുടെ അന്ധകാരത്തെ അലങ്കാരമാക്കി തീർക്കുന്ന ചീവീടുകളുടെ സ്വരവും അതിനെ കൂടുതൽ ഭീതിജനകമാക്കി തീർക്കുന്ന കടവാവൽ കൂട്ടങ്ങളുടെ ചിറകടി ശബ്ദങ്ങളും അന്തരീക്ഷത്തിൽ ലയിച്ചുകൊണ്ടേയിരുന്നു. എല്ലാവരും കാതോർത്ത് നിശ്ചലരായി. അപ്പോഴാണ് പാദസ്പർശമേറ്റ് കരിയിലകളും ചുള്ളിക്കമ്പുകളും പൊടിഞ്ഞമരുന്നതും ഒടിഞ്ഞു നുറുങ്ങുന്നതും കേൾക്കാൻ ആരംഭിച്ചത്. കരുതിയ ആയുധങ്ങളും ടോർച്ച് ലൈറ്റും കയ്യിൽ ഭദ്രമാക്കി ലൂയിസ് എല്ലാവരോടായി നിർദ്ദേശിച്ചു. ആ ജീവിയായിരിക്കും അത്. സജ്ജരായിരിക്കണം, ഭയക്കരുത്. ലൂയിസിന്റെ കവിളിലൂടെ വിയർപ്പ് കണങ്ങൾ ഒലിച്ചിറങ്ങി. ജോനാഥൻ അരിവാൾ കരങ്ങളിൽ ദൃഢമാക്കി. ഹെൻറിയും തോമസും അപ്പോഴും ഗുഹയ്ക്ക് പുറത്തെ കാൽവെപ്പുകളിൽ മുഴുകിയിരുന്നു. കാൽപെരുമാറ്റങ്ങൾ ഗുഹാ കവാടത്തിലേക്ക് സമീപിക്കുന്നതറിഞ്ഞുകൊണ്ട് 4 പേരും ഇരിപ്പിടത്തിൽ നിന്ന് പതിയെ എഴുന്നേറ്റ് ശബ്ദം പുറപ്പെടുവിക്കാതെ കവാടത്തിന്റെ അരികിലേക്ക് ചുവടുകൾ വച്ചു. ഗുഹയ്ക്ക് പുറത്തു നിന്ന് അതിവേഗം അവ ഗുഹാ കവാടത്തിന് നേരെ അടുത്തുകൊണ്ടേയിരുന്നു. 4 പേരും ചെവി കൂർപ്പിച്ച് ഇരയെ ആക്രമിക്കാൻ തയ്യാറായി നിന്നതും പെട്ടെന്ന് കാൽവെപ്പുകളുടെ ശബ്ദം നിലച്ചു. എന്ത് സംഭവിക്കുമെന്നറിയാതെ മുഖത്തോട് മുഖം നോക്കി നിൽക്കവേ ഗുഹയ്ക്ക് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ച ഹെൻറിയെ തോമസ് വിലക്കി നിർത്തി. നീ എന്താ കാണിക്കുന്നത്? എടുത്തുചാട്ടം നന്നല്ല ഹെൻറി. ഇപ്പോൾ ജീവിയെ വരുതിയിലാക്കാൻ പറ്റിയ വേളയാണ്. വിചാരിക്കുന്ന പോലെ അതത്ര എളുപ്പമല്ല. ഭയമാണോ? ഭയമുള്ളവർ ഇവിടേക്ക് വരണ്ട. ജോണിനെ പോലെ അവിടെ നിൽക്കണമായിരുന്നു, ജോനാഥൻ പറഞ്ഞു. അവർക്കിടയിൽ അത് നീരസത്തിന് വഴിയൊരുക്കി. തർക്കം കൂടേണ്ട ഉചിതമായ സമയമല്ല ഇത്, ഉടനെ ലൂയിസ് കർക്കശമായി കൽപ്പിച്ചു. ഇതേ സമയം പറഞ്ഞു തീർന്നതും ഗുഹയ്ക്ക് പുറത്തു നിന്നും ഹൃദയം വിറങ്ങലിക്കുമാറ് ചെന്നായുടെ ഊരിയിടലും ശേഷം വലിയ എന്തോ ഒരു നിലത്ത് പതിക്കുന്ന ശബ്ദവും കേട്ടു. നിമിഷ നേരത്തിൻ്റെ ഒടുവിൽ അതൊരു വലിയ അലർച്ചയായി ഭവിച്ചു. ഒരു കൂട്ടം ചെന്നായ്ക്കൾ പരസ്പരം അക്രമാസക്തമായി കൂടിച്ചേർന്നു. അത് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. ചെന്നായ്ക്കളുടെ അലമുറ കേട്ട് 4 പേരും പുറത്തേക്ക് ചാടിയിറങ്ങി. അവർ കണ്ടത് നിലത്ത് എന്തിനോ വേണ്ടി പരസ്പരം കടിച്ചു കീറുന്ന ഒരു കൂട്ടം ചെന്നായ്ക്കളെയായിരുന്നു. ചെന്നായ്ക്കൂട്ടങ്ങളെ കണ്ടതും അതിനെ തുരത്താനായി അവർ കൂർത്ത കല്ലുകൾ അവറ്റകളിലേക്ക് ആഞ്ഞെറിഞ്ഞതും അക്രമാസക്തമായി കടിച്ചു കീറാൻ നിൽക്കുന്ന ചെന്നായ്ക്കൂട്ടങ്ങളുടെ ദൃഷ്ടി ഇവരിലോട്ടും തിരിഞ്ഞു. വനത്തിന്റെ വന്യത നിറഞ്ഞ രക്തവർണമായ ആ കണ്ണുകളിൽ ഇരകളെ കിട്ടിയതിൻ്റെ തീക്ഷ്ണഭാവങ്ങൾ മിന്നിമറയുന്നത് അവരറിഞ്ഞു. ചന്ദ്രന്റെ ചെറിയ വെളിച്ചത്തിൽ ചെന്നായ്ക്കളുടെ ദേഹത്തും കൂർത്ത പല്ലുകളിലൂടെയും രക്തമൊലിക്കുന്നത് ഭീതി ഉളവാക്കി. തങ്ങളുടെ നേരെ പാഞ്ഞെടുക്കാൻ തയ്യാറായി നിന്ന ചെന്നായ്ക്കളെ എതിർക്കാൻ 4 പേരും ഉറച്ചു നിന്നു. ഭയം അശേഷമില്ലാതെ ധൃതിയിൽ ചെന്നായ്ക്കൾ അവരിലേക്ക് കുതിച്ചു. കരങ്ങളിൽ കരുതിയ ആയുധങ്ങളാൽ ചെന്നായ്ക്കളെ നേരിടാൻ അവരും തയ്യാറായി. ആക്രമിക്കാൻ വന്ന ചെന്നായ്ക്കളെ ആവുന്നതുപോലെ അകറ്റാൻ നോക്കിയെങ്കിലും ഫലം കിട്ടാതെ നിന്നു. കലിയടങ്ങാതെ നിൽക്കുന്ന ഭീകര സ്വത്വങ്ങൾക്ക് നേരെ ലൂയിസ് തന്റെ മടിക്കെട്ടിൽ കരുതിയ പിസ്റ്റൾ ഉപയോഗിച്ച് നിറയൊഴിച്ചു. ആ വെടിയൊച്ചകൾ രാത്രിയെ കൂടുതൽ ക്രൂരമാക്കി മാറ്റി. പരിക്കേറ്റ ചെന്നായ്ക്കൾ വൃക്ഷങ്ങൾക്ക് പിന്നിൽ അപ്രത്യക്ഷമായി. അന്തരീക്ഷം ശാന്തത വീണ്ടെടുക്കാൻ ഒരുങ്ങിയെങ്കിലും ആ 4 പേരും അതൃപ്തരായിരുന്നു. ജോനാഥൻ ലൂയിസിനെ ചെന്നായ്ക്കളെ കൊല്ലാതെ വിട്ടതിനെ പഴിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അവർ ആ കാഴ്ച കണ്ടത്. അവരാകെ നിശ്ചലമായി. അവരുടെ കണ്ണുകളിൽ ഭയത്തിന്റെ നേരിയ നിഴലാട്ടം ദൃശ്യമായതുപോലെ. വൃക്ഷങ്ങൾക്കിടയിലായി ഇരുട്ടിൽ ജ്വലിച്ചു നിൽക്കുന്ന തീക്കനൽ പോലെയുള്ള കണ്ണുകൾ. ആ കണ്ണുകളിൽ അവരെ ദഹിപ്പിക്കാൻ മാത്രം പോകുന്ന കോപാഗ്നി ദൃശ്യമായിരുന്നു. വൃക്ഷങ്ങൾക്കിടയിൽ നിന്ന് ആ ഭീകരസ്വത്വം പതുക്കെ മറനീക്കി. ഭീകരമായ ജീവിയുടെ കാൽവെപ്പുകൾ ഭൂമിയെ വിറപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിന്റെ വേഗത ക്രമേണ വർദ്ധിച്ചു വന്നു. 8 ദിക്കുകൾ കേൾക്കുമാറ് അത് അലറി വിളിച്ചുകൊണ്ട് അവരിലേക്ക് ഓടിയെടുത്തു. ജോണും ജെനീഫറും അവർക്കായുള്ള തിരച്ചിലാണ്. ലൂയിസിന്റെ പിസ്റ്റളിൽ വെടിയുതിർന്ന ശബ്ദം അവരിരുവരും കേട്ടിരുന്നു. ക്ഷണനേരം കൊണ്ട് ഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള ആ അലർച്ച കേട്ടു. ജോണിന് അത് ആ ജീവിയുടേതാണെന്ന് നിഷ്പ്രയാസം മനസ്സിലായി. ശബ്ദം പുറപ്പെട്ട ദിക്കിലേക്ക് അയാൾ അതിവേഗത്തിൽ ജീപ്പിന്റെ വളയം തിരിച്ചു. ബസിവയിലെ ഉരുളങ്കല്ലുകൾ നിറഞ്ഞ വനപ്പാതയിലൂടെ ഇരുളിനെ കീറിമുറിച്ച് ജോണിന്റെ ജീപ്പ് മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരുന്നു.
ഭീതിജനകമായ ശബ്ദവും ജോണിന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റവും ജെനീഫറിനെ ആശയക്കുഴപ്പത്തിലാഴ്ത്തി. ആ നിലാവെളിച്ചം ജോണിന്റെ മുഖത്തെ ഭീതി വ്യക്തമാക്കി. ജീപ്പിന്റെ പുറകിലേക്ക് അവൻ ഒരു നിമിഷം നോക്കി. അവിടെ തന്റെ പീറ്ററിന്റെ റൈഫിൾ ഭദ്രമായി ഉണ്ടെന്ന ബോധം അവനിൽ ധൈര്യമുളവാക്കി. അതിനോടുള്ള പക അവന്റെ നെഞ്ചിൽ കനലായി എരിഞ്ഞു. വാശിയുടെ അതിവേഗത്തിൽ അനായാസം ആ കാനനപാതകൾ അവൻ താണ്ടി. ജെനീഫർ സംശയത്തോടെ അവനോട് ചോദിച്ചു, ജോൺ, അലർച്ച ആ ജീവിയുടേതാണോ? അതെ, ലൂയിസും സംഘവും അതിൻ്റെ വരുതിയിലായിരിക്കണം. അവരുടെ ജീവൻ അപകടത്തിലാണ്. ഇത്രയും വേഗം ശബ്ദം കേട്ട പ്രദേശത്തേക്ക് എത്തിയില്ലെങ്കിൽ. അവനൊരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി. അവൾ അയാളുടെ കൈകൾ മുറുകെ പിടിച്ചു. രാത്രിയുടെ ഇരുണ്ട വെളിച്ചത്തിൽ അലറിക്കൊണ്ട് പാഞ്ഞെടുക്കുന്ന വികൃത രൂപിയായ ആ ചെന്നായയെ നേരിടാൻ അവർ തയ്യാറായി. അതിനെ കാണാൻ സാധാരണ ചെന്നായ്ക്കളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. കണ്ണുകൾ ഒരു മൃഗത്തിൻ്റെതായിരുന്നില്ല. പൈശാചികത തളം കെട്ടി നിൽക്കുന്ന നീളമുള്ള മുഖം, വീതിയുള്ള തോള്, നീണ്ടതും കൊഴുത്തതുമായ കഴുത്തിൽ നിറയെ രോമകൂപങ്ങൾ, വിരിഞ്ഞ നെഞ്ചും ദൃഢപേശികൾ സമൃദ്ധമായ കൈകാലുകളും. ചുവന്ന നാക്ക് രക്തദാഹിയായ രക്ഷസുകളെ പോലെ പുറത്തേക്ക് നീട്ടിക്കൊണ്ട് അതവർക്ക് സമീപമെത്തി. നിമിഷ നേരം കൊണ്ട് അത് നിവർന്നു. 6 അടിയേക്കാൾ ഉയർന്നു. ലൂയിസും സംഘവും ജീവിയുടെ രൂപവും ചെയ്തികളും കണ്ട് സ്തംഭിച്ചു നിന്നുപോയിരുന്നു. അതൊരിക്കൽ കൂടി മുഖമുയർത്തി ഊരിയിട്ടു. ചന്ദ്രപ്രഭയാൽ ശോഭിച്ചു നിന്ന ആകാശത്തിൽ ദുർവിധിയുടെ നിഴലുകൾ പതിച്ചു. ഇരുണ്ട മേഘങ്ങൾ ചന്ദ്രനെ മറച്ചു. സമയം തെല്ലും പാഴാക്കാതെ കയ്യിലുള്ള പിസ്റ്റൾ ഭീകര സ്വത്വത്തിന് നേരെ ലക്ഷ്യമാക്കി വെടിയുതിർത്തു. ജീവിയുടെ തോളിനെ സ്പർശിച്ചുകൊണ്ട് പുറകിലെ വലിയ കാട്ടുമരത്തിലേക്ക് വെടിയുണ്ട തറച്ചു നിന്നു. വീണ്ടും വെടിവെക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അത് അവർക്ക് നേരെ കുതിച്ചു ചാടി. ജോനാഥൻ കയ്യിലെ മൂർച്ചയേറിയ അരിവാൾ അതിനു നേരെ എറിഞ്ഞുകൊണ്ട് എല്ലാവരോടായി വേഗം പിൻവാങ്ങാൻ നിർദ്ദേശിച്ചു. അവസാനം ഓടിയ തോമസിന്റെ ഇടത്തെ കൈകളിൽ പിടുത്തമിട്ട വിരൂപമൃഗം അവന്റെ കൈകളിൽ അതിശക്തമായി ബലം പ്രയോഗിച്ചതും എല്ലുകൾ നുറങ്ങുന്ന ദീനസ്വരം പുറത്തേക്ക് വന്നു. ഭയത്തോടെ ലൂയിസും ജോനാഥനും ഹെൻറിയും കേട്ടു വേദന കൊണ്ട് പുളഞ്ഞ തോമസിന്റെ നിലവിളി. കറുത്ത കൂർത്ത നഖം മാംസത്തിൽ തുളച്ചു കയറുന്നത് തോമസ് കണ്ടറിഞ്ഞു. രക്തം ചീന്തി പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയതും ഭീകരസ്വത്വം പൈശാചികമായി ഊരിയിട്ടു. അവനെ തീക്ഷ്ണമായി നോക്കിക്കൊണ്ട് ആ രക്തത്തെ ആ ചുവന്ന നാക്കുകൊണ്ട് ആർത്തിയോടെ രുചിച്ചു. മനുഷ്യരക്തം ഗന്ധം അവിടമാകെ വ്യാപിച്ചു. അപ്പോഴാണ് തോമസിനെയും വലിച്ചഴിച്ചു പോകാനൊരുങ്ങിയ ആ ജീവിയുടെ നേർക്ക് അതിന്റെ ശ്രദ്ധ വ്യതിചലിപ്പിച്ചുകൊണ്ട് ഒരു പ്രകാശം വന്നു പതിച്ചത്. ആ പ്രകാശത്തിന്റെ ഉറവിടം ജോണിന്റെ ജീപ്പിൽ നിന്നായിരുന്നു. മിന്നൽ പിണര് കണക്കെ വേഗത്തിൽ ജോൺ ജീപ്പ് കൊണ്ടതിനെ ഇടിച്ചു തെറിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കുറച്ചകലേക്ക് തെറിച്ചുപോയ ചെന്നായ പാറക്കൂട്ടങ്ങൾക്കിടയിൽ മലർന്നടിച്ചു വീണു. ക്ഷണമാത്രയിൽ സംഭവിച്ച കാര്യങ്ങൾ തിരിച്ചറിയാൻ ലൂയിസിനും ജോനാഥനും ഹെൻറിക്കും സമയം വേണ്ടി വന്നു. എന്നാൽ തോമസ് നിലത്ത് ജീവിയുടെ ആക്രമണത്തിലേറ്റ മുറിവിന്റെ ശേഷിപ്പുകളിൽ ഞെരിഞ്ഞമറുകയായിരുന്നു. തോമസിന്റെ അരികിലേക്ക് മൂവരും ഓടിയെത്തി. കൈകളിൽ ഒഴുകിയൊലിക്കുന്ന രക്തം അവർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കവേ ജീപ്പിലേക്ക് നോക്കി അവരുടെ ചുണ്ടുകൾ യാന്ത്രികമായി മന്ത്രിച്ചു, ജോൺ. ഒരേ സമയം ഞെട്ടലും ഭയപ്പാടും പ്രതീക്ഷയും അവരിലേക്ക് വഴി തെളിഞ്ഞു. ജീപ്പിൽ നിന്ന് ജോണും ജെനീഫറും പരിക്കേറ്റ് കിടക്കുന്ന തോമസിന്റെ അരികിലേക്ക് വന്നു. തോമസിൽ ദൃഷ്ടിയൂന്നി ജോൺ എല്ലാവരോടായി പറഞ്ഞു, ഇനിയൊരു ജീവൻ അപഹരിക്കാൻ അതിനെ വിടരുത്. അതിനെ കൊല്ലണം. തോമസ്, തനിക്ക് വിശ്രമവും ചികിത്സയും അനിവാര്യമാണ്. ജെനീഫർ തോമസിന്റെ മുറിവിലേക്ക് നോട്ടമിട്ടു. മുഖം ചുളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, രക്തം ഒരുപാട് വാർന്നൊലിക്കുന്നുണ്ട്. കൈക്ക് നീര് കെട്ടിയിരിക്കുന്നു. ജെനീഫർ തോമസിന്റെ കൈയുടെ പരിചരണം നിർവഹിച്ചു. തോമസിനെ അവർ ഗുഹാകവാടത്തിലേക്ക് പറഞ്ഞയച്ചു. പോകും വഴി 4 പേരോടായി മുത്തച്ഛൻ ബർണാഡ് തനിക്കെഴുതിയ കത്തിന്റെ വിശദാംശങ്ങൾ ജോൺ വിവരിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾക്കിത് അവിശ്വസനീയമായി തോന്നാം, പക്ഷെ ഇതെല്ലാം പകൽ പോലെ യാഥാർത്ഥ്യം മാത്രം. ദീർഘനിശ്വാസത്തോടെ അവൻ പറഞ്ഞവസാനിപ്പിച്ചു. എല്ലാവർക്കുമിടയിൽ മൗനം തളം കെട്ടി നിന്നു. ക്ഷമിക്കണം, നിങ്ങളെ ഭീരുവായി തെറ്റിദ്ധരിച്ചതിന്. കുറ്റബോധം നിറഞ്ഞ സ്വരത്തോടെ ജോനാഥൻ തല താഴ്ത്തി ജോണിനോട് ക്ഷമാപണം നടത്തി. ഒരു പുഞ്ചിരിയോടെ ജോൺ ജോനാഥനെ ചേർത്ത് നിർത്തി. തോമസിനെ ഗുഹയ്ക്കരികിൽ ഇരുത്തിയ ശേഷം ജോണും ബാക്കി 4 പേരും ജീവിയെ വകവരുത്താനായി തയ്യാറെടുപ്പുകൾ തീർത്തു. ജോൺ ജീപ്പിൽ നിന്ന് പീറ്ററിന്റെ റൈഫിൾ കരങ്ങളിൽ ഭദ്രമാക്കി. ലൂയിസും ഹെൻറിയും ചുറ്റുപാടുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ഇലയനക്കങ്ങളിൽ പോലും അവരിരുവരും ആ ജീവിയുടെ സാമീപ്യത്തെ തിരിച്ചറിഞ്ഞു. ജോനാഥൻ തന്റെ കൈവശമുള്ള ആയുധങ്ങളെ തിട്ടപ്പെടുത്തുകയും ജെനീഫറിന് ഏതാനും ആയുധങ്ങൾ കൈവശം വയ്ക്കുവാനായി നൽകുകയും ചെയ്തു. ജോൺ, ലൂയിസ് നേർത്ത സ്വരത്തിൽ വിളിച്ചു. പറയൂ ലൂയിസ്, ഇവിടെയൊന്നും അതിനെ കാണുവാൻ സാധ്യമല്ലല്ലോ. നമുക്ക് ഇറങ്ങി തേടുന്നതല്ലേ നല്ലത്. ശേഷിച്ചവർ പ്രസ്താവനയോട് യോജിച്ചുകൊണ്ട് തലയനക്കി. അതിൻ്റെ ആവശ്യം വേണ്ടിവരില്ല പ്രിയ സുഹൃത്തെ. അത് നമ്മെ തേടി ഇവിടെ എത്തുമെന്നത് സുനിശ്ചിതമായ കാര്യമാണ്. നേരത്തെയുണ്ടായ ഇടിയുടെ അഘാതത്തിലായിരിക്കാം അതിപ്പോൾ. നമുക്ക് കാത്തിരിക്കാം, വരട്ടെ. നമ്മൾ ചെയ്യേണ്ടത് ഭയത്തെ മറന്ന് പ്രവർത്തിക്കുക മാത്രമാണിനി. കത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ആ ജീവിയുടെ ദന്തക്ഷതത്തെ കരുതിയിരിക്കണം. ജോൺ കൂട്ടിച്ചേർത്തു. എല്ലാവരും തങ്ങളുടെ കൈപ്പിടിയിലെ ആയുധങ്ങൾ ദൃഢമാക്കി. ബസിവയിലെ രാത്രിയാമങ്ങളെ മൂടിക്കൂട്ടുവാൻ മരം കോച്ചുന്ന തണുപ്പ് എങ്ങും വ്യാപിച്ചു. എന്നാൽ ആ തണുത്ത അന്തരീക്ഷം അവരെ തളർത്തിയില്ല. കൂമന്മാർ മൂളലുകൾ കൊണ്ട് ഭീകര അന്തരീക്ഷമുണ്ടാക്കിയപ്പോൾ
അതിന് അലങ്കാരമായി വവ്വാൽക്കൂട്ടം ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ചിറകടിച്ചുകൊണ്ട് പറന്നുയർന്നു. ജോണും ഹെൻറിയും ഉണങ്ങിയ വൃക്ഷശിഖരങ്ങൾ ചേർത്ത് വെച്ച് തീച്ചൂളയുണ്ടാക്കി. തോമസിന്റെ നില അതീവ ഗുരുതരമല്ലെങ്കിലും കയ്യിലെ അസ്ഥികളുടെ പരിക്ക് അയാളിൽ അവശതയുണ്ടാക്കി. പാറക്കൂട്ടങ്ങൾക്കിടയിൽ മലർന്നടിച്ചു വീണ ജീവിയുടെ കൈകാലുകൾ ചെറുതായി അനങ്ങി നിന്നു. രക്തവർണമായ കണ്ണു തുറന്ന് അത് പാറക്കൂട്ടങ്ങളിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അതിൻ്റെ കൂർത്ത നഖങ്ങൾ പാറയിലുരസി ശബ്ദമുണ്ടാക്കി. എന്നിട്ട് ചെവികൾ കൂർപ്പിച്ച് നാസികയിൽ മനുഷ്യഗന്ധം ആവാഹിച്ച് വേഗത്തിൽ കുതിച്ചു പാഞ്ഞു. ആ യാത്ര ചെന്ന് അവസാനിച്ചത് ജോണും കൂട്ടരും നിൽക്കുന്ന സ്ഥലത്തേക്കായിരുന്നു. ശാന്തമായ ഇരുളിന്റെ മറവിൽ നിന്ന് ജോണിന്റെയും കൂട്ടരുടെയും ദൃശ്യം വ്യക്തമായതോടുകൂടി ആ ഭീകരസത്വം പൈശാചികതയോടെ കിതച്ചു. തോമസിന് കൂട്ടായി ഒരാൾ ഗുഹയ്ക്കുള്ളിൽ നിൽക്കുന്നതാണ് ഉചിതമെന്ന് തോന്നുന്നു. ജോൺ എല്ലാവരിലേക്കുമാണ് നേർത്ത ശബ്ദത്തിൽ തന്റെ അഭിപ്രായം മുന്നോട്ട് വെച്ചത്. നോട്ടം ചെന്ന് അവസാനിച്ചത് ജെനീഫറിലേക്കായിരുന്നു. അത് മനസ്സിലാക്കിയെന്നോണം അവൾ തലയനക്കിക്കൊണ്ട് സമ്മതം അറിയിച്ചു. ലൂയിസ് അവൾക്കൊരു ടോർച്ച് ലൈറ്റ് കൈമാറി. ശരീരത്തെ മരവിപ്പിക്കാൻ കെൽപ്പുള്ള തണുത്ത ചുറ്റുപാടിൽ അവൾ കരങ്ങൾ പരസ്പരം കൂട്ടിയുരസി ചൂട് പിടിപ്പിച്ച ശേഷം കൈകൾ മെടഞ്ഞ് ഗുഹാ കവാടത്തിലേക്ക് നടന്നു. ഹെൻറി കൊളുത്തിവെച്ച തീപന്തം മാത്രമായിരുന്നു ആ ഗുഹയിലെ ഏക പ്രകാശത്തിന്റെ ഉറവിടം. തോമസ് നിലത്ത് കമിഴ്ന്നു കിടക്കുന്നത് അവൾ കണ്ടു. പരിക്കേറ്റ കൈ നീട്ടിവെച്ച നിലയിലായിരുന്നു. അവൻ ഉറങ്ങുകയാണെന്ന് കരുതി ശല്യമുണ്ടാക്കാതെ ജെനീഫർ അരികെയുള്ള പാറയിൽ ഇരിപ്പുറപ്പിക്കാൻ തുടങ്ങിയവയാണ് അവളത് കണ്ടത്. ഗുഹാചിത്രങ്ങൾ. തന്നെ മുന്നോട്ട് നയിച്ച പാതയിൽ അവൾ കൈവശമുള്ള ലൈറ്റ് തെളിയിച്ചു. കൂർത്ത കല്ലുകൾ കൊണ്ട് കുത്തിവരച്ച ആ ചിത്രങ്ങൾ ശിലായുഗത്തിന്റെ ശേഷിപ്പുകൾ എന്ന മട്ടിൽ ഉള്ളവയായിരുന്നു. ജെനീഫർ വേഗം ഗുഹയുടെ ഭിത്തിയിലേക്ക് അടുത്തു വന്നു. അവളുടെ കണ്ണുകൾ വിടർന്നു. അത്ഭുതത്തോടെ അവൾ ഒന്നാമത്തെ ചിത്രം നോക്കി. പതിയെ അവയിലെ പൊടിപടലങ്ങളെ തട്ടിയകറ്റി ടോർച്ച് ലൈറ്റ് കൊണ്ട് വെളിച്ചം പകർന്നു നോക്കി. ചിത്രത്തിന്റെ രൂപവും രീതിയും അതിന്റെ പഴമയുടെ ആഴം വിളിച്ചോതി. ചിത്രത്തിൽ ഏതോ ജീവിയെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത ചിത്രത്തിൽ ആ ജീവി ഒരാളെ ആക്രമിക്കുന്നതും ഒരു കൂട്ടം മാനവർ അതിനെ കല്ലെറിയുന്നതുമായിരുന്നു. മൂന്നാമത്തെ ചിത്രം മനുഷ്യ സാദൃശ്യമുള്ള ഒരു മൃഗത്തിൻ്റെതായിരുന്നു. ചിത്രത്തോടൊപ്പം ചില വാക്കുകൾ കാണപ്പെട്ടു. പുരാവസ്തു ഗവേഷകയായ ജെനീഫറിന് ആ പ്രാകൃത ലിപിയിൽ രചിക്കപ്പെട്ട വാക്കുകളെ അനായാസം വായിച്ചെടുക്കാൻ സാധിച്ചു. എന്നാൽ ആ വാക്കുകൾ അവളെ ആകെ പരിഭ്രമിച്ചു. അവൾ ആശ്ചര്യത്തോടെ ഉരുവിട്ടു. മനുഷ്യ ചെന്നായ. ചിത്രങ്ങൾ കൂട്ടി വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയ അവളുടെ മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞു. അവളുടെ നോട്ടം യാന്ത്രികമായി തോമസിന് നേരെയായി. തോമസ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നിരിക്കുന്നു. അവൻ വേദന കൊണ്ട് പുളയുന്നുണ്ടായിരുന്നു. അസഹനീയമായ വേദനയിൽ അവൻ എന്തെല്ലാമോ ചെയ്യുന്നു. തെല്ലും സമയം നഷ്ടമാക്കാൻ നിൽക്കാതെ അവൾ ജോണിനും കൂട്ടർക്കും അടുത്തേക്ക് ഓടി. വെള്ളിമേഘങ്ങളെ മറച്ചുകൊണ്ട് ഇരുണ്ട കാർമേഘങ്ങൾ മാനത്തെ കീഴടക്കി. ആ വെളിച്ചത്തിൽ ഓടി വരുന്ന ജെനീഫറിനെ അവർ കണ്ടു. ജോൺ, അവിടെ തോമസ്! ഓടിയണഞ്ഞു പോയ ജെനീഫർ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി. അവളുടെ വാക്കുകൾ മുറിഞ്ഞുപോയി. ലൂയിസും ഹെൻറിയും ജോനാഥനും കാര്യമറിയാതെ പരസ്പരം നിന്നു. എന്തു പറ്റി ജെനീഫർ? തോമസിന് എന്തു പറ്റി? എന്താ സംഭവിച്ചതെന്നറിയാതെ പരിഭ്രാന്തരായി അവർ ചോദിച്ചു. അപ്പോഴാണ് അവരുടെ ശ്രദ്ധയകന്നു എന്ന് കണ്ടതും പുറകു തിരിഞ്ഞു നിന്നവരിലേക്ക് ജീവി ചാടിയെടുത്തത്. പെട്ടെന്നുള്ള ആക്രമണത്തിൽ എല്ലാവരും പതറിപ്പോയി. ജോണിന് നേരെ ആ ജീവി എടുത്തപ്പോൾ ജെനീഫർ വേഗം തീച്ചൂളയിൽ നിന്ന് കത്തിയെരിയുന്ന വിറകിൻ കഷ്ണം ചെന്നായ്ക്ക് നേരെ ആഞ്ഞു വീശിയടിച്ചു. തീക്കനൽ ദേഹത്ത് പതിച്ച ചെന്നായ അവളെ ശൗര്യത്തോടെ ആക്രമിക്കാൻ തിരിഞ്ഞു. എന്നാൽ അവൾ വീണ്ടും ആ തീക്കൊള്ളി അതിനു നേരെ വീശി. തീ കണ്ട് ഭയന്നിട്ടെന്നോണം അത് അവളുടെ അടുത്തേക്ക് വരാതെ അവളെ വലയം ചെയ്തുകൊണ്ടിരുന്നു. ജോൺ റൈഫിൾ ഉപയോഗിച്ച് വെടിയുതിർത്തെങ്കിലും അത് അതീവ മെയ്വഴക്കത്താൽ തെന്നിമാറി. രക്തവർണമായ നാക്കും കണ്ണുകളും കൊണ്ട് കടിച്ചു കീറാൻ തയ്യാറായി നിന്ന അതിനെ ഹെൻറിയും ലൂയിസും ബലപ്രയോഗത്താൽ കീഴ്പ്പെടുത്താൻ ശ്രമം നടത്തി. എന്നാൽ തലനാരിഴയ്ക്കാണ് ജീവിയുടെ ദന്തക്ഷതത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടത്. ശൗര്യം വർദ്ധിച്ച ചെന്നായ ഉറക്കെ ഓരിയിട്ടു. ബസിവയിൽ 4 ദിക്കിലും ആ അലർച്ച പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. അവരും തന്നാൽ കഴിയുന്ന രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. എന്നാൽ സാധാരണ മനുഷ്യർക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നതിലും അധികവും പൈശാചികവുമായിരുന്നു ആ ജീവി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഗുഹാ കവാടത്തിൽ നിന്ന് ഒരു അലർച്ച പുറത്തേക്ക് വന്നു. അവിടേക്ക് നോക്കി അവരുടെ ഹൃദയമിടിപ്പുകൾ താളം തെറ്റി. അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. തോമസ്! ജോനാഥന്റെ ചുണ്ടുകൾ തനിയെ മന്ത്രിച്ചു. അതെ, തോമസ്. അപ്പോൾ ആ ഗുഹാചിത്രങ്ങളിലെ സൂചനകൾ ശരിയായിരുന്നു. ജെനീഫർ ആ കാഴ്ചയിൽ നിശ്ചലയായി. ഗുഹാ കവാടത്തിൽ നിന്ന് വരുന്ന അരണ്ട മഞ്ഞ വെളിച്ചത്തിൽ ആ ചുവന്ന കണ്ണുകൾ തിളങ്ങി. അവന്റെ ശരീരം മാറിയിരിക്കുന്നു. പരിക്കിൽ നിന്ന് രക്തപ്രവാഹം നിലച്ചിരിക്കുന്നു. അഗ്രം കൂർത്ത പല്ലുകൾ, നഖങ്ങൾ. മുഖം മനുഷ്യൻ്റേത് തന്നെ, എന്നാൽ ശരീരം ചെന്നായ കണക്കെ രോമവൃതമായി തീർന്നിരിക്കുന്നു. ഒരു മൃഗത്തെ പോലെ അവൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അയാളുടെ മുഖത്ത് ശാന്തത മറഞ്ഞ് വന്യത കുടിയേറി കഴിഞ്ഞിരുന്നു. ഇനി എന്ത് സംഭവിക്കുമെന്നറിയാതെ എല്ലാവരും ശ്വാസമടക്കി നിന്നു. ഗുഹാ കവാടത്തിൽ നിന്നും തോമസ് അവർക്ക് നേരെ പാഞ്ഞെടുത്തു. രണ്ടും കൽപ്പിച്ച് ജോണും ജെനീഫറും ലൂയിസും ജോനാഥനും ഹെൻറിയും മനക്കരുത്ത് ചോരാതെ അവനെ നേരിടാൻ ഉറച്ചു. തോമസ് അവരിലേക്കുള്ള പാത വേഗത്തിലാക്കി. കാറ്റിനെ പോലും തോൽപ്പിച്ചുകൊണ്ട് അവൻ ശരവേഗം പാഞ്ഞു. അവരിലേക്ക് അടുക്കാറായതും തോമസ് തന്റെ കൂർത്ത നഖങ്ങൾ വിടർത്തിക്കൊണ്ട് കൈ പുറകിലേക്കാക്കി പാഞ്ഞു വന്നു. തങ്ങളെ ആക്രമിക്കാൻ ആവേശത്തോടെ വന്ന തോമസിന് നേരെ ആയുധമെടുത്തുകൊണ്ട്
പ്രതിരോധിക്കാൻ മുന്നേറിയ ജോനാഥനെ തട്ടിയകറ്റിക്കൊണ്ട് തോമസ് ആ ജീവിയെ ലക്ഷ്യമാക്കി. ആ ക്രൂര മൃഗത്തെ അവൻ തീവ്ര ശക്തിയോടെ പ്രഹരിച്ചു. പ്രഹരമേറ്റ ജീവി പിന്നിലേക്ക് തെറിച്ചുപോയി പുറകിലെ വൻ വൃക്ഷത്തിൽ ഇടിച്ചു വീണു. തോമസിന്റെ ആ സമീപനം അവരിൽ അത്ഭുതമുണ്ടാക്കി. അവർ പിന്നിലേക്ക് ഒതുങ്ങി. ഇനി എന്തു സംഭവിക്കുമെന്നറിയാൻ ആകാംക്ഷയോടും ഭയത്തോടും കൂടി ജീവിയെയും തോമസിനെയും ഉറ്റുനോക്കി. തോമസിന്റെ പെട്ടെന്നുള്ള പ്രഹരം കൊണ്ട് പതറിയ ജീവി അവനെ നിഷ്കൂരണം നോട്ടമിട്ടു. ജീവിയുടെ രക്തവർണമായ കണ്ണുകളിൽ പകയുടെ തീക്കനൽ എരിഞ്ഞു. എന്നാൽ ജീവിയുടെ നോട്ടത്തെ തോമസ് ശൗര്യത്തോടെ ഏറ്റുവാങ്ങി. രാത്രിയുടെ മൂന്നായാമത്തിൽ പൂർണ്ണ ചന്ദ്രപ്രഭയുടെ അകമ്പടിയോടുകൂടി ഇരു ശക്തികളും ഏറ്റുമുട്ടി. ഇരുവരുടെയും കണ്ണുകളിൽ അഗ്നിഗോളങ്ങൾ പോലെ ജ്വലനമുണ്ടായി. കൂർത്ത പല്ലുകളുടെ അഗ്രങ്ങൾ വെട്ടിത്തിളങ്ങി. പിന്നിൽ ചെന്നായ്ക്കളുടെ ഓരിയിടലുകൾ ബസിവയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അവിടെ ആ വനഭൂമി ഒരു യുദ്ധക്കളമായി മാറുകയാണ്. ജീവി അതിന്റെ ആക്രമണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തോമസിന് നേരെ ചീറിയെടുത്തു. ശക്തിയിൽ താഴേക്ക് തള്ളിയിട്ട് അവന്റെ മുകളിലായി സ്ഥാനമുറപ്പിച്ചു. ജീവിയുടെ തോളിൽ പിടിച്ച് പുറകിലേക്ക് ഉന്തിയ ശേഷം എഴുന്നേൽക്കാൻ ശ്രമിച്ച അവന്റെ ശരീരത്തിൽ കൂർത്ത നഖങ്ങൾ ജീവി ആഴ്ത്തിയിറക്കി. തോമസ് വേദനയാൽ പിടഞ്ഞുകൊണ്ടിരുന്നുവെങ്കിലും ജീവി പിടിവിട്ടു നിൽക്കാതെ അവനെ വകവരുത്താനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് തന്നിലേക്ക് ഗന്ധക്ഷതമേൽപ്പിക്കാൻ താഴ്ന്നു വരുന്ന ജീവിയുടെ കഴുത്തിൽ തോമസ് പിടുത്തമിട്ടത്. അവൻ തന്റെ സർവ്വശക്തിയും എടുത്ത് അതിന്റെ കഴുത്തിൽ ബലം പ്രയോഗിച്ച് ഞെരുക്കി അമർത്തി. ജീവിയുടെ കഴുത്തിൽ നിന്നും ചോര പൊടിഞ്ഞു. അത് പ്രാണരക്ഷാർത്ഥം വായുവിനായി പിടഞ്ഞു. തോമസിന്റെ മേലെയുള്ള അതിന്റെ പിടുത്തം മെല്ലെ അഴിയാൻ തുടങ്ങിയിരുന്നു. തോമസ് നിഷ്പ്രയാസം ആ ജീവിയെ തള്ളി മാറ്റിക്കൊണ്ട് കുതിച്ചെഴുന്നേറ്റു. ജീവശ്വാസത്തിനായി വീർപ്പ് മുട്ടുന്ന അതിന്റെ ഹൃദയഭാഗത്ത് കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് അവൻ പ്രഹരിച്ചു. ജീവിയുടെ ശരീരത്തിൽ നിന്നും രക്തം കിനിയാൻ ആരംഭിച്ചു. അവൻ ജീവിക്ക് ദേഹോപദ്രവങ്ങൾ തുടർച്ചയേൽപ്പിച്ചുകൊണ്ടേയിരുന്നു. പ്രതിരോധിക്കാൻ ശ്രമിക്കവേ നിലത്ത് വീണപോയ അതിനെ തോമസ് തന്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് ദേഹത്തെ ശക്തിയിലും ആയത്തിലും മുറിവേൽപ്പിക്കുകയും ചെയ്തു. അലറിക്കൊണ്ട് മുഖത്തു മാന്തിയ ജീവിയുടെ വലത്തെ കണ്ണിനെ തുളച്ചുകൊണ്ട് തോമസിന്റെ നഖം കയറിയിറങ്ങി. രക്തപ്രവാഹത്താൽ വികൃതമായ ജീവിക്ക് കാഴ്ചശക്തി മറഞ്ഞു തുടങ്ങി. വേദന കൊണ്ട് പുളയുന്ന അതിനെ ബലിഷ്ഠമായി ഇരു കാലുകൾ കൊണ്ടും പെരുമാറിയ തോമസ് അവശതയോടെ ജീവിയുടെ ചലനം കുറയുന്നത് അടുത്തറിഞ്ഞു. സങ്കീർണമായ ഏറ്റുമുട്ടലുകൾക്ക് സാക്ഷിയായ ആ 5 പേർ ജീവിയുടെ പതനവും തോമസിന്റെ ജയവും ഉറപ്പിച്ചു. ഏറെ നേരത്തെ ഏറ്റുമുട്ടലിന്റെ ശേഷം ചലനമറ്റ ജീവിയുടെ സമീപം കിതച്ചുകൊണ്ട് തോമസ് കിടന്നുപോയി. അവന്റെ ശരീരത്തിലാകെ ജീവിയുടെ രക്തം പടർന്നിരുന്നു. രോമങ്ങൾ ആ രക്തത്തിൽ കുതിർന്നുപോയി. മുഖത്തും രക്തക്കരകൾ. അവൻ ശക്തിയിൽ ആഞ്ഞ് ശ്വാസമെടുത്തുകൊണ്ടേയിരുന്നു. ശേഷം ഇരു കരങ്ങളാലും മുടിയിഴകളെ കോർത്തു പിടിച്ച് അവൻ അലറി. ദീർഘനിമിഷത്തേക്ക് അവിടം നിശബ്ദമായി. ചെന്നായ്ക്കളുടെ ഓരിയിടൽ മാത്രം ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങി. മൂങ്ങകളും വവ്വാലും കൂട്ടങ്ങളും വൃക്ഷശിഖരങ്ങളിൽ സ്ഥാനമുറപ്പിച്ചു. തോമസ് പതിയെ എഴുന്നേറ്റ് നിന്നു. ചുറ്റിലും കണ്ണുകൾ പായിച്ചു. ദൃഷ്ടി ഒടുവിൽ പതിച്ചത് ആ 5 പേരിലേക്കായിരുന്നു. അവന്റെ നോട്ടത്തിന്റെ ഭാവാർത്ഥം അവർക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. നിലാവെളിച്ചത്തിൽ രക്തം കറപിടിച്ച മുഖം കൂടുതൽ ഭയാനകമായി കാണപ്പെട്ടു. അവർക്കരികിലേക്ക് നടക്കാൻ ആരംഭിച്ച അവന്റെ ചേതോ വികാരം അവർക്ക് ഗ്രഹിച്ചെടുക്കാൻ സാധിച്ചില്ല. അവർ അവന് നേരെ നോക്കി. പകയോ ക്രോധമോ ഇല്ല. ഒരുതരം നിർവികാരത കുടിയേറിയിരിക്കുന്നു അവനിൽ. പക്ഷെ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ചലനമറ്റ് കിടന്ന ജീവി ഉയർത്തെഴുന്നേൽക്കുന്ന ഭീകര ദൃശ്യം അവരുടെ കണ്ണുകളിൽ തെളിഞ്ഞു. അത് ഇരു കാലുകളിൽ ഉയർന്നു നിന്നു. നിശബ്ദമായി തോമസിന് നേരെ ആക്രമിക്കാൻ ഒരുങ്ങവേ തോമസ് പുറകിൽ. അവർ കൈകൾ പിന്നിലോട്ട് ചൂണ്ടിക്കൊണ്ട് നിലവിളിച്ചു. തന്റെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയ തോമസിനെ നേരിടേണ്ടി വന്നത് ആ ജീവിയുടെ കരബലത്തെയായിരുന്നു. പെട്ടെന്നായതുകൊണ്ട് അവൻ ഭൂമിയെ സ്പർശിച്ചു പോയി. ആ അവസരം വിനിയോഗിച്ചുകൊണ്ട് ജീവി അവനിൽ പടർന്നു കയറി. നെഞ്ചിൽ കൈകൾ അമർത്തി ഊന്നിക്കൊണ്ട് രക്തം ചീന്തിപ്പിച്ചു. ആ രക്തക്കറ ജീവിയുടെ മുഖത്തെ കൂടുതൽ ക്രൂരമാക്കി തീർത്തു. അവന്റെ കഴുത്തിന് നേരെ ലക്ഷ്യമാക്കി കൂർത്ത പല്ലുകൾ ചലിച്ചു. തോമസ് എതിർത്തുകൊണ്ട് ജീവിയെ മുഷ്ടി ചുരുട്ടി ഇടിച്ചതും അത് അവനെ കൂടുതൽ മുറിവേൽപ്പിച്ചുകൊണ്ട് പ്രതികാരം വീട്ടി. പ്രതിരോധ മുറകളെല്ലാം ഫലം കാണാതെ വന്ന അവൻ ആ ഭീകര സ്വത്വത്തിന് മുമ്പേ ശക്തി ക്ഷയിച്ചു കിടന്നു. അവനെ ആ ജീവി കടിച്ചു പറിച്ചുകൊണ്ടേയിരുന്നു. രക്തം വാർന്നൊഴുകി. തോമസ് അവസാന പ്രതിരോധം എന്ന നിലയ്ക്ക് കൈകൾ നീട്ടി ഭൂമിയിൽ പരതി കല്ലുകൾ തിരഞ്ഞു. ഒടുവിൽ കൈ ചെന്ന വലിയ പരുക്കം കല്ലിലെത്തിയതും അത് കൈക്കലാക്കി ജീവിയെ ആഞ്ഞടിക്കാൻ ശ്രമിച്ചു. പക്ഷെ ജീവി അതിനെ തടഞ്ഞു. അപ്പോഴേക്കും ബസിവയിലേക്ക് ഒരു ചാറ്റൽ മഴ കടന്നു വന്നിരുന്നു. അതീവ തീവ്ര മഴയിലും അവനിലെ പിടിവിടാതെ ജീവി പ്രഹരമേൽപ്പിച്ചുകൊണ്ടേയിരുന്നു. തോമസിന്റെ ശക്തി ക്ഷയിക്കുകയാണെന്ന് ദൂരെ നിന്നുകൊണ്ട് തന്നെ അവർ മനസ്സിലാക്കി. തങ്ങളുടെ അവസരോചിതമായ സഹായം അവന് അനിവാര്യമാണെന്നുള്ള വസ്തുത അതിനോടകം അവരിൽ ഉദിച്ചു കഴിഞ്ഞിരുന്നു. നോക്കൂ, തോമസിന് ഇനി അധിക നേരം അതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നമുക്കവനെ സഹായിക്കേണ്ടത് അനിവാര്യമാണ്, ജോൺ എല്ലാവരോടായി വിളിച്ചു പറഞ്ഞു. ജെനീഫർ ഒരാശയം മുന്നോട്ട് വെച്ചു. ജീവിയുടെ ശ്രദ്ധ തിരിക്കണം. തോമസിൽ നിന്നും ഒരല്പസമയത്തേക്ക് എങ്കിലും ജീവിയെ മാറ്റി നിർത്തണം. ആ ആശയത്തോട് എല്ലാവരും യോജിച്ചു. ഇതേസമയം അവിടെ കനത്ത പേമാരിയിലും ജീവി നിഷ്കരണം തോമസിനെ ആക്രമിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പുകച്ചിലിൽ അവൻ പിടഞ്ഞുകൊണ്ടേയിരിക്കുന്നു.
അവർ ജീവിയുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടുന്ന തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ മുത്തച്ഛൻ ബെർണാഡിൽ നിന്ന് ബെസിവയെക്കുറിച്ച് കേട്ടറിഞ്ഞ വിവരങ്ങളും ലൂയിസിന്റെ ബെസിവയിലെ ഓർമ്മകളും കാര്യങ്ങൾ തീരുമാനിക്കാൻ ജോണിന് സഹായകരമായി. ബാക്കിയുള്ളവരുടെ അഭിപ്രായവും എതിർപ്പുകളും കൂട്ടിയിണക്കിക്കൊണ്ട് അവൻ അനായാസം ഒരു തന്ത്രം നേർത്തെടുത്തു. അതവർ നിർവഹിക്കാനുള്ള അവസരത്തിനായി കാത്തുനിന്നു. ജീവിയുടെ കരുത്തിനു മുമ്പിൽ വീണുപോയ തോമസിനെ ജീവി കടിച്ചു കയറാൻ ആരംഭിച്ചിരുന്നു. ജീവിയെ നോക്കിക്കൊണ്ടുള്ള തോമസിന്റെ അലർച്ച മഴയുടെ ഗാംഭീര്യമേറിയ ശബ്ദത്തിൽ അലിഞ്ഞു ചേർന്നു. അവനെ നനയിച്ചുകൊണ്ടിരുന്ന മഴത്തുള്ളികൾ രക്തത്തുള്ളികളായി ഭൂമിയിലേക്ക് ഒലിച്ചിറങ്ങി. വേദനയാൽ തിരിച്ചാക്രമിക്കാൻ തലയുയർത്തിയ തോമസിന്റെ വായുടെ ഇരുവശങ്ങളിലായി ജീവി പിടുത്തമിട്ടു. ഇത് തന്നെ സമയം, ആരംഭിക്കാം, ലൂയിസ് ജോണിനെ നോക്കി പറഞ്ഞു. ജോൺ ആംഗ്യം കാണിച്ചുകൊണ്ട് സമ്മതം മൂളി. ജോനാഥൻ അരിവാൾ ലൂയിസിന് കൈമാറി. ശേഷം അവനും ജെനീഫറും ഹെൻറിയും മുന്നോട്ടുള്ള പാതയിലൂടെ നടന്നു മറഞ്ഞു. ജോൺ ഒരു വൃക്ഷത്തിന്റെ മറവിലായി നിലയുറപ്പിച്ചു. ലൂയിസ് ശബ്ദമുണ്ടാക്കാതെ ജീവിയുടെയും തോമസിന്റെയും അരികിലേക്ക് പാഞ്ഞെടുത്തു. അപ്പോൾ അരിവാളിന്റെ മൂർച്ചയേറിയ പ്രതലത്തിൽ മഴത്തുള്ളികൾ തട്ടി ചിതറി വീണുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ എത്തിയ ലൂയിസ് സർവശക്തിയാൽ ജീവിയുടെ തോളിനെ ലക്ഷ്യമാക്കി ആയുധം മാഞ്ഞുവീശി. അരിവാൾ ജീവിയുടെ തോളുകളിൽ ആഴത്തിൽ പരിക്കേൽപ്പിച്ചുകൊണ്ട് രക്തപ്രവാഹത്തോടെ പുറത്തേക്ക് തിരിച്ചു വന്നു. ആ ജീവി വേദനയോടെ അരിവാൾ തട്ടിമാറ്റിക്കൊണ്ട് അലറി. അത് തോമസിൽ നിന്ന് മാറിയകന്ന് ലൂയിസിന് നേരെ തിരിഞ്ഞു. അപ്പോഴേക്കും അവൻ ഒരു വശത്തുള്ള മരക്കാടുകൾക്കിടയിലൂടെ അതിവേഗം മുന്നോട്ട് ഓടി മറഞ്ഞു. അവൻ വിദൂരതയിലേക്ക് ഓടി അകലുന്നത് കണ്ട ജീവി അവനെ ആക്രമിക്കാനായി പിന്തുടർന്നു. തങ്ങളുടെ ആദ്യപടി വിജയിച്ച സന്തോഷത്തിൽ ജോൺ ഓടി അകലുന്ന ലൂയിസിനെയും ജീവിയെയും നോക്കിക്കൊണ്ട് ദീർഘശ്വാസമെടുത്തു. ശേഷം തോമസിലേക്ക് ദൃഷ്ടിയൂന്നി. എന്നാൽ ജോൺ കണ്ടത് രക്തത്തിൽ കുതിർന്ന ശ്വാസത്തിനായി പിടയുന്ന തോമസിനെയായിരുന്നു. മുഖത്ത് ശക്തിയിൽ വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്ന മഴത്തുള്ളികൾ തോമസിനെ വിളിച്ചുണർത്തിക്കൊണ്ടേയിരിക്കുന്നു. അവനൊരു ഞെരുക്കത്തോടെ കണ്ണുകൾ തുറന്നു. പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവനതിന് സാധിച്ചില്ല. ശരീരമാസകലം ചതവുകളും മുറിവുകളും. അവശനായ തോമസിനെ നിസ്സഹായതയോടെ ജോൺ നോക്കി. ശക്തിയുടെ ഒടുവിലെ കണികയും വിനിയോഗിച്ചവൻ ആ ഭൂമിയിൽ തളർന്നു കിടന്നു. ഇല്ല, തോമസിന് ഇനിയും എഴുന്നേൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതിവേഗം അവർക്കരികിൽ എത്തേണ്ടത് അനിവാര്യമാണ്. ജോൺ അവർ പോയ വഴിയിലൂടെ അതിവേഗം മുന്നോട്ട് സഞ്ചരിച്ചു. പുറകെ ഓടിയ ജീവിയെ പിന്നിലാക്കിക്കൊണ്ട് ലൂയിസ് മലമുകളിലേക്ക് ഓടിയെത്തി. അവിടെ അവന്റെ വരവും കാത്ത് ജോനാഥനും ഹെൻറിയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ലൂയിസ് ആ ജീവി പിറകെയുണ്ടെന്ന് ആംഗ്യം കാണിച്ചു. അവനെത്തിയതും അവർ 4 പേരും പാറക്കെട്ടുകളിലേക്ക് മാറി നിൽക്കാനൊരുങ്ങി. പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് നടക്കവേ ഹെൻറിയുടെ കാലുകൾ തട്ടി ഒരു ചെറിയ കല്ല് താഴേക്ക് ഉരുണ്ടുപോയി. താഴ്ചയിലുള്ള അനന്തമായ കൊക്കയിലേക്ക് അത് ചെന്നു വീണു. ബസിവയുടെ ഏറ്റവും ഉയരം കൂടിയ കുന്നിന്റെ കൂറ്റൻ കൊക്കയിലേക്ക് നോക്കി അവരുടെ കണ്ണുകളിൽ ഭീതി കുടിയേറി. ആ താഴ്ചയിലേക്ക് വീണാൽ വീഴുന്നവന്റെ അന്ത്യം സുനിശ്ചിതമാണ്. ശ്രദ്ധിച്ചു മുന്നോട്ട് പോകൂ ഹെൻറി, ലൂയിസ് നിർദ്ദേശിച്ചു. വളരെ ശ്രദ്ധിച്ച് അവർ 4 പേരും അതിന്റെ ഓരത്ത് ചേർന്ന് നിന്നു. ജീവി അല്പനേരത്തിന്റെ ഉള്ളിൽ തന്നെ അവിടേക്ക് എത്തപ്പെട്ടു. വിജനമായി കിടക്കുന്ന പ്രദേശത്തിൽ ജീവി കണ്ണുപായിച്ചു കൊണ്ടിരിക്കുന്നു. ഇരു ചെവികളും കൂർപ്പിച്ച് അത് അവിടമാകെ അലഞ്ഞു നടന്നു. പ്രതികാരദാഹിയായി. കർണശേഷി കൂടിയ ജീവി മനുഷ്യശ്വാസം തിരിച്ചറിഞ്ഞതും പൈശാചികമായി അവർ നിൽക്കുന്ന പാറക്കെട്ടിന് പിന്നിലേക്ക് ചലിച്ചു. ജീവിയുടെ കാലടികൾ അടുത്തുകൊണ്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി അവരുടെ ഹൃദയം പെരുമ്പറ മുഴക്കമുണ്ടാക്കി. അപ്പോൾ ജോണും അവിടേക്ക് എത്തിയിരുന്നു. അയാൾ എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചു നിന്നു. എല്ലാം അവസാനിച്ചു എന്ന് അവൻ ഉറച്ചു. അപ്പോഴാണ് ഭൂമിയെ പോലും പ്രകമ്പനം കൊള്ളിക്കുന്ന കാൽപെരുമാറ്റത്തോടെ തോമസ് അവിടേക്ക് ഓടിയെടുത്തത്. അതിവേഗം അവിടേക്ക് എത്തിയെങ്കിലും അവൻ ഇരു കാലുകളിൽ നിലയുറപ്പിക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. തോമസിനെ കണ്ട ജീവി അവനെ നോക്കി അലറി. അത് അവന് നേരെ പാഞ്ഞെടുത്തു. ഇരു ശക്തികളും ഒരിക്കൽ കൂടി നേർക്കുനേർ വന്നു. പന്തിയല്ലാത്ത ശബ്ദങ്ങൾ കേട്ട് പാറക്കെട്ടിൽ നിന്ന് പുറത്തിറങ്ങി അവർ കണ്ടത് ജീവിയെ പുറകിലേക്ക് ശക്തിയായി തള്ളി നീക്കുന്ന തോമസിനെയാണ്. തോമസിന്റെ വ്രണങ്ങളിൽ നിന്ന് രക്തം കിനിയാൻ തുടങ്ങിയിരുന്നു. ജീവിയെ കുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചവൻ ഒരു ഇടിമിന്നൽ പിണരിന്റെ അകമ്പടിയോടുകൂടി ഭീകര സ്വത്വത്തെയും കൊണ്ട് ആഴമേറിയ ഗർത്തത്തിലേക്ക് എടുത്തു ചാടി. അവന്റെ ചെയ്തികൾ തടയാൻ പോലും ആവാതെ ആ 5 പേർ നിസ്സഹായരായി ഉറക്കെ നിലവിളിച്ചു, തോമസ്! എന്നാൽ അവർക്ക് മെല്ലെ ശാന്തത സ്വീകരിക്കാൻ തുടങ്ങുന്ന അന്തരീക്ഷത്തെ വിറങ്ങലോടെ നോക്കി നിൽക്കാൻ മാത്രമേ അവർക്ക് സാധിച്ചുള്ളൂ. തോമസിന്റെ വിയോഗവും ജീവിയുടെ ആക്രമണവും തളർത്തി അവർ അവിടെ തളർന്നിരുന്നു. ജെനീഫർ വിങ്ങിപ്പൊട്ടി. ചലനശേഷി നശിച്ച പോലെ ഹെൻറിയും ജോനാഥനും ആ ഗർത്തത്തിന് താഴേക്ക് നോക്കിയിരുന്നു. എല്ലാവരിലും ഭീകരമായ മൗനം നിറഞ്ഞു. ആർക്കും പരസ്പരം ഒന്നും പറയാൻ സാധിക്കുന്നില്ല. ദീർഘമായ ഒരു നാഴിക അവർ അങ്ങനെ പിന്നിട്ടു. ബസിവയിൽ സൂര്യപ്രകാശം പരന്നു തുടങ്ങി. കിളിനാദങ്ങൾ അവരുടെ ചുറ്റിനും പതിയെ പുലരിയെ സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു. ഇളം വെയിൽ മുഖത്ത് തട്ടിയ ലൂയിസ് പതിയെ എഴുന്നേറ്റ് എല്ലാവരോടായി പറഞ്ഞു, എല്ലാം അവസാനിച്ചിരിക്കുന്നു, എല്ലാം. നമുക്കിനി പോകാം. അവൻ ആ ഗർത്തത്തിന് താഴേക്ക് ഒരു നിമിഷം നോക്കിയ ശേഷം മുന്നോട്ട് നടന്നു. അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. ബാക്കിയുള്ളവർ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ഒരു ദീർഘനിശ്വാസത്തോടെ അവസാനമായി അവിടേക്കൊരു നോക്ക് തിരിഞ്ഞു നോക്കാൻ പോലും ആകാതെ ജോൺ തലകുനിച്ച് നടന്നു. ക്ഷീണിതരായ അവരിൽ കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾ ഒരു ദുസ്വപ്നം പോലെ മിന്നി മറഞ്ഞുകൊണ്ടിരിക്കുന്നു.
ആരും പരസ്പരം ശബ്ദിച്ചില്ല. ആ പുലരിയുടെ ഭംഗി ഒട്ടും ആസ്വദിക്കാനാവാതെ വനത്തിലൂടെ ഒരു ദുഃഖവാഹനെ പോലെ ആ ജീപ്പ് ന്യൂ കാസ്റ്റിൽ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. കഥ അവസാനിച്ചിരിക്കുന്നു. ഗർത്തത്തിലേക്ക് പോയവർ മരിച്ചിരിക്കുമോ? ആർക്കറിയാം. ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ വീണ്ടും വരും. എന്തായാലും കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ.